അപ്പോൾ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. ഹായ് ജി ടി പാർട്ടിസിപ്പൻസ്, നമുക്കിന്ന് ന്യൂ ഇയറിലെ ആദ്യത്തെ ഗൈഡ് ടോക്കാണ്. ആൻഡ് ഓൾസോ ഈ വർഷത്തെ ആദ്യത്തെ റൂമിനേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 249th ജി ടിയും റൂമിനേറ്റും കൂടി ഒന്നിച്ചാണ് സംഭവിക്കുന്നത്. ഇടയ്ക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് റൂമിനേറ്റിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ജി ടി ജസ്റ്റ് ഒരു ഗൈഡ് ടോക്കിന് അപ്പുറത്തേക്ക് ഒരു റൂമിനേറ്റ് സെഷൻ്റെ വൈബിലേക്ക് അങ്ങ് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങളൊക്കെയാണ് സഹകരിക്കേണ്ടത്. ഓക്കെ, നൈസ്. യാ, അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഗൈഡ് ടോക്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ സീരീസ് ആണ് അല്ലേ? നിങ്ങളൊക്കെ ഗൈഡ് ടോക്ക് അറ്റൻഡ് ചെയ്യലുണ്ടോ? വെരി ഗുഡ്. മിസ്റ്റിക്കൽ ആൻഡ് എത്തിക്കൽ, നൈസ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ എത്തിക്കൽ പാർട്ടും അതിൻ്റെ ഒരു ഇന്നലെ രാത്രി നമ്മൾ മൂൺ സിറ്റിങ്ങിലൊക്കെ ഇരുന്നപ്പോൾ അതിൻ്റെ കുറേ മിസ്റ്ററി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോയിരുന്നു അല്ലേ? അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ ഇതിനൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പറയാം എന്ന് ഉദ്ദേശിച്ച് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് നാച്ചുറൽ അട്രാക്ഷൻ എന്നുള്ളതാണ്. എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ അറിയാം. പിന്നെ ഓൾറെഡി അട്രാക്ഷൻ എന്നത് ആകർഷണം എന്നാണ് അട്രാക്ഷൻ്റെ വാക്കിൻ്റെ മലയാള അർത്ഥം. അപ്പോൾ അട്രാക്ഷൻ എന്നത് പ്രകൃതി നിയമമാണ് അല്ലേ? അട്രാക്ഷൻ എന്നത് പ്രകൃതി നിയമമാണ്. ഇവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഈ ഭൂമി മൊത്തം ഒരു ആകർഷണ വലയത്തിലാണ്. നമ്മളെ ഭൂമി ആകർഷിക്കുന്നുണ്ട്. ഇൻ ദ സെൻസ് അതാണ് ഗുരുത്വാകർഷണ ബലം അല്ലേ? എന്തുണ്ടെങ്കിലും അതിനൊക്കെ പറന്നു പോവാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത് ഭൂമിയുടെ ആകർഷണ വലയത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഗുരുത്വാകർഷണം എന്ന് നമ്മൾ പറയുന്നു. ഇനി നമ്മൾ ഗ്രഹങ്ങളെ, ഈ പ്രപഞ്ചത്തിലെ സൗരയുധത്തിലെ ഗ്രഹങ്ങളെ, നക്ഷത്രങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ സൂര്യന് ചുറ്റും കറങ്ങുന്ന കുറേ ഗ്രഹങ്ങളുണ്ട്. ഇവരൊന്നും വഴി തെറ്റാതെ അതേ വഴിക്ക് തന്നെ ഭ്രമണപഥത്തിലൂടെ കറങ്ങുന്നതിന് പിറകിൽ സൂര്യനിലേക്കുള്ള ഒരു പുള്ളുണ്ട്, ഒരു ആകർഷണ വലയമുണ്ട്. ആ ആകർഷണ വലയം അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ നിശ്ചയിക്കപ്പെട്ട പദത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി മൈക്രോ ലെവലിലുള്ള എല്ലാം സൃഷ്ടിക്കപ്പെട്ട ബേസിക് യൂണിറ്റ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന ബേസിക് യൂണിറ്റ് ഓഫ് മാറ്റർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആറ്റം എടുത്ത് നോക്കി കഴിഞ്ഞാലും ആറ്റത്തിൻ്റെ അകത്തും ഇലക്ട്രോണുകളുണ്ട്. ഇലക്ട്രോണുകൾ പോലും വഴി തെറ്റാതെ കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നത് ഇലക്ട്രോണുകൾക്ക് ഒരു ന്യൂക്ലിയർ ഫോഴ്സ് പോലെ അതിൻ്റെ കേന്ദ്രമായിട്ട് കിടക്കുന്ന ന്യൂക്ലിയസിലേക്കുള്ളൊരു ആകർഷണം ഉണ്ടെന്നുള്ളതാണ്. അപ്പം മാക്രോ കോസം എടുത്ത് നോക്കിയാലും മൈക്രോ വേൾഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ പ്രകൃതി നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഒക്കെ അട്രാക്ഷൻസ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നാച്ചുറലായിട്ടുള്ള പ്രതിഭാസമാണ്. ഇത്രയും വലിയൊരു ആകർഷണ വലയത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഈ പറയുന്ന പ്രയറിലേക്ക് ഞാൻ വരാം. ഇപ്പം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മോഡൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ജീവിക്കുന്ന നമ്മൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആവോ എന്ന് അത് ഉള്ളതാണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞതിലൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു ആകർഷണ വലയത്തിൻ്റെ അകത്താണെന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് വസ്തുക്കൾ സ്റ്റാറ്റിക്കായിട്ട് പഠനങ്ങൾ പറയുന്നു, രണ്ട് വസ്തുക്കൾ അനങ്ങാത്ത രണ്ട് വസ്തുക്കളെ രണ്ട് സൈഡിൽ ഇങ്ങനെ വെറുതെ വെച്ചാൽ പോലും സ്റ്റാറ്റിക് ആയിട്ടുള്ള രണ്ട് വസ്തുക്കൾക്കിടയിൽ പോലും ഒരു ആകർഷണ വലയം ഉണ്ടാകുന്നു. സ്റ്റാറ്റിക് ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് തമ്മിൽ ആകർഷിക്കുന്ന രീതിയിലേക്ക് നിലനിൽക്കുന്നു എന്ന് പറയുമ്പം വെറുതെ നിൽക്കുമ്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് സംഭവിക്കുന്നുണ്ട്? ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പം എല്ലാം അങ്ങനെയാണ്, ഈ ഭൂമിയിലുള്ള സർവ്വതും അങ്ങനെയാണെന്നുള്ള. നോക്കിയേ, നമ്മൾ എന്തെങ്കിലും ഒരു ഖരാവസ്ഥയിലുള്ള ഒരു കല്ലോ ഒരു കല്ലിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഇതൊക്കെ ഖരാവസ്ഥയിലുള്ളതാണ്. ഈ ചെയറോ അതല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് സോളിഡ് ഫോമിലുള്ള ഖരാവസ്ഥയിലുള്ള എന്ത് നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാലും നമുക്കറിയാം അതങ്ങനെ ഉറച്ച് പോലെ നിൽക്കുന്നത്. ഒരു കല്ല് കഷ്ണം നമ്മളെടുത്ത് കയ്യിൽ വെച്ചാൽ അത് താനേ പൊടിഞ്ഞു പോകാതെ താനേ കാറ്റായി പോകാതെ അതങ്ങനെ തന്നെ നിലനിൽക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി പഠിച്ചവർക്കറിയാം, അതിൻ്റെ അകത്തുള്ള മോളിക്യൂളുകൾ, തന്മാത്രകൾ അല്ലെങ്കിൽ ആറ്റംസ് അവർ വളരെ ടൈറ്റായിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് കിടക്കുക, അനങ്ങാതെ ഒരു ആകർഷണം വിടാതെ അങ്ങനെ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്നിട്ട ഷർട്ട് നാളെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ കാറ്റായി പോകും, അല്ലെങ്കിൽ ഇങ്ങനെ വേറെ എന്തോ കോലത്തിലേക്കാകും. ഷേപ്പുകളൊന്നും മാറാതെ ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പിൽ തന്നെ ഈ ഖരാവസ്ഥയിലുള്ള എല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള കാരണം അതിൻ്റെ അകത്തുള്ള കുഞ്ഞു 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 മൈക്രോ ലെവലിലുള്ള
അണുക്കൾ അല്ലെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ തന്മാത്രകൾ മോളിക്യൂൾസ് ഇവരിങ്ങനെ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് നമ്മൾ ദ്രാവക അവസ്ഥയിലുള്ള ജലാവസ്ഥയിലുള്ള എന്തെങ്കിലും എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളം, ദ്രാവകം, അത് ഏത് പാത്രത്തിലേക്കാണോ ഒഴിക്കണത് അതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പ് മാറും. കാരണം ദ്രാവകങ്ങൾക്ക് അല്ലെങ്കിൽ ലിക്വിഡുകൾക്ക് പ്രത്യേകിച്ചിട്ട് ഒരു ഷേപ്പ് ഇല്ല എന്ന് പറയാനുള്ള കാരണം അവർക്കുള്ളിലുള്ള തന്മാത്രകളുടെ ആകർഷണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സോളിഡിൻ്റെ ഖര അവസ്ഥയിലുള്ള പദാർത്ഥങ്ങളുടെ അത്ര ഒരു സ്ട്രെങ്ത് ഇല്ല ജലാവസ്ഥയിലേക്ക് വരുമ്പം അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലേക്ക് വരുമ്പോൾ. അപ്പോൾ ആകർഷണം കുറച്ചൊന്ന് കുറഞ്ഞത് കൊണ്ട് ഒരു ഒഴുക്ക് അല്ലേ, ചെറുതായിട്ടൊരു ജലത്തിന് ഒഴുകാനുള്ള കഴിവുണ്ട്. ഇറ്റ് വിൽ ഫ്ലോ, എവിടെയെങ്കിലും ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഒഴുകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ ആകർഷണം വളരെ കുറയുമ്പോഴാണ് അത് ഗ്യാഷ്യസ് ഫോമിലേക്ക്, വായുവിൻ്റെ ഒക്കെ അവസ്ഥയിലേക്ക്, എയറിൻ്റെ ഒക്കെ ഫോമിലേക്ക് പരക്കാൻ ഉള്ള അവസ്ഥയിലേക്കാണത്. അപ്പം എന്തായാലും ഇനി പരക്കുന്ന തലത്തിലാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ പോലും ഗ്യാഷ്യസ് പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിൽ പോലും ചെറുതായിട്ടുള്ള എന്തുണ്ട്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് പോയി നിലനിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെയുള്ള സർവ്വതിനെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ആകർഷണ ശക്തി കൊണ്ടാണ്. ഇത് നാച്ചുറലാണ് എന്നാണ് പറയുന്നത്. അപ്പം നാച്ചുറലി ഇവിടെയുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കാനുള്ള കഴിവുണ്ട്, അത് നാച്ചുറലി ഉണ്ട്. ഇതിനെ എപ്പോഴാണോ ഇപ്പം നമ്മൾ സയൻസിൽ ഇങ്ങനെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എപ്പോഴാണോ അതിനെ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അതിലെ സാധ്യതകൾ മനസ്സിലാക്കാം. ഇതിനെന്തൊക്കെയുണ്ട്, എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾക്ക് ഓൾറെഡി ഒരു ആകർഷണ വലയത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഓരോരുത്തർക്കും ഇതിലുള്ള സർവ്വചരാചരങ്ങൾക്കും അട്രാക്റ്റീവ് ഫോഴ്സ് അതിലുണ്ട് എന്ന് പറയുമ്പം ഇതിനെ എങ്ങനെ ഉയർന്ന സാധ്യതകളിലേക്ക് ഉപയോഗിക്കാം എന്ന് ചിന്തിച്ച് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഈ ആകർഷണത്തെ നമുക്ക് ജസ്റ്റ് മെറ്റീരിയൽ തമ്മിലുള്ള ആകർഷണത്തിന് അപ്പുറത്തേക്ക് എനർജികൾ തമ്മിലുള്ള ആകർഷണത്തിലേക്കും നമുക്കതിനെ ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ബോഡികൾ, മെറ്റീരിയൽ ബോഡി മാത്രം പാർട്ടിക്കിളുകൾ തമ്മിൽ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് രണ്ട് പദാർത്ഥങ്ങൾ തമ്മിലുള്ള ആകർഷണം മാത്രമല്ല അവിടെ നടക്കുന്നത്. ഈ രണ്ട് പദാർത്ഥങ്ങൾക്കിടയിലൂടെ സംഭവിക്കുന്ന ഊർജത്തിൻ്റെ വേവ് എന്ന് നമ്മൾ പറയും. പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും എന്ന് പറയുമ്പം അതിൻ്റെ ഊർജം തമ്മിലുള്ള ആകർഷണം കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആസ് എ ഹ്യൂമൻ, മനുഷ്യരെന്ന് പറയുമ്പം നമ്മൾ രണ്ട് ഫോം കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. മനുഷ്യന്മാർ നമ്മൾ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാം അങ്ങനെ തന്നെയാണ്. രണ്ട് ഫോം കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഹ്യൂമൻ ഫോമും മറ്റൊന്ന് നമുക്ക് വേണമെങ്കിൽ സ്പിരിറ്റ് ഫോമെന്നോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫോമെന്നോ അല്ലെങ്കിൽ എനർജി ഫോമെന്നോ പറയാം. അപ്പം എനിക്ക് ഒരു കാര്യത്തിനോട് ആകർഷണം തോന്നുന്നു പറഞ്ഞാൽ മനുഷ്യൻ്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ നമുക്കത് 3 തലത്തിൽ പറയണം. ഒന്ന്, അവൻ്റെ ശരീരം ഓൾറെഡി മണ്ണിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ദാറ്റ് മീൻസ് നമ്മൾ ഓക്കെ പറഞ്ഞാലും അല്ലെങ്കിലും മണ്ണിൻ്റെ ബോധം ശരീരത്തിനുള്ളത് കൊണ്ട്, പദാർത്ഥ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പദാർത്ഥങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും നമുക്ക് പറക്കാൻ പറ്റില്ല, നമ്മൾ ഭൂമിയിൽ തന്നെ നിൽക്കും. കാരണം അത് ഓൾറെഡി ഫിക്സഡ് ആണ്. അത് നമ്മുടെ ഖരാവസ്ഥയിലുള്ള സോളിഡ് സ്റ്റേറ്റിലുള്ള ബോഡിയുടെ നേച്ചറാണ്. അതിന് അട്രാക്റ്റീവ് പവർ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് പവർ ഉള്ളത് കൊണ്ടാണ് അതെന്ത് ചെയ്യണത്, ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾറെഡി ഫിക്സ്ഡ്. പക്ഷെ അവിടെ തീരുന്നതല്ല മനുഷ്യൻ്റെ ആകർഷണം. ഇപ്പോൾ ഒരു കല്ല് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തീർന്നു. അത് മണ്ണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അങ്ങനെ നിന്നു, വേറൊന്നുമില്ല, ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു, അവിടെ അത് തീർന്നു. പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പം അവന് ശരീരം എന്ന മണ്ണിൻ്റെ തലം കഴിഞ്ഞിട്ട് വേറൊരു തലം കൂടി ഉണ്ട്, മനസ്സിൻ്റെ തലം അല്ലേ. അപ്പം മനസ്സിൻ്റെ ആകർഷണം എന്താ ചോദിച്ചാൽ മനസ്സിൻ്റെ ആകർഷണമാണ് ആഗ്രഹങ്ങൾ. ശരീരത്തിന് ആഗ്രഹമുണ്ടോ? ശരീരത്തിന് എന്താഗ്രഹം? ശരീരം ആകെ ഈ നിയമ അധിഷ്ഠിതമായിട്ടുള്ള ഭൂമിയുടെ നിയമങ്ങൾ പിന്തുടർന്നുകൊണ്ട് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പ്രകൃതിദത്തമായ നിയമങ്ങൾ പിന്തുടർന്നുകൊണ്ട് അത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. വളരുക അല്ലേ, ഉണ്ടാവുക, വളരുക, തുടരുക, നശിക്കുക, മണ്ണിലേക്ക് തന്നെ പോവുക, കഴിഞ്ഞു. അത്രേ ശരീരത്തിനുള്ളൂ. അപ്പോൾ ശരീരത്തിൻ്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നും വന്ന് മണ്ണിലേക്ക് തന്നെ പോവുക, പ്രകൃതിയിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് ശരീരത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ശരീരം കഴിഞ്ഞാൽ വരുന്ന തലമാണ് മനസ്സ്. അപ്പോൾ മനസ്സിൻ്റെ ആകർഷണത്തിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുവരുമ്പോഴാണ് മൈൻഡിൻ്റെ ആകർഷണം എന്നാൽ ആഗ്രഹങ്ങളാണ്. മനസ്സിന് ഓരോരോ ആഗ്രഹങ്ങൾ വരാം. എക്സാമ്പിൾ, എനിക്കിപ്പോൾ വലുതായിട്ടൊന്നും ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണെന്ത്, എനിക്കൊന്ന് എണീറ്റ് നിൽക്കണം, നിങ്ങൾ എണീറ്റ് നിൽക്കുന്നില്ലേ? നിങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുക എന്ന അവസ്ഥ നിങ്ങളെ ആകർഷിച്ചത് കൊണ്ട് നിങ്ങൾ നിന്നു. വെറുതെ എങ്ങനെ എണീറ്റ് നടക്കുമാരെങ്കിലും? അപ്പോൾ
കുഞ്ഞു ആഗ്രഹം പോലും നമ്മളത് ആഗ്രഹമാണ്, ആകർഷണമാണ് എന്ന് അറിയാതെ തന്നെ നമ്മൾക്കത് സാധ്യമാക്കിയെടുക്കാൻ പറ്റും. സിംപ്ലി പറഞ്ഞാൽ ചിന്തിച്ചു ചെയ്തു, ചിന്തിച്ചു ചെയ്തു. അപ്പം നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോഴേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ആയിരക്കണക്കിന് കാര്യങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. എന്നാൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമ്പോഴേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വേറെ ചില ആൾക്കാരുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യവും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ പലർക്കും അത് പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിസിക്കലി വീക്കായിട്ടുള്ള ഒരാൾക്ക് അവിടെ അവർക്ക് നടക്കൽ പ്രയാസമാണ്. തൊട്ടപ്പുറത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലിങ്ങനെ തോന്നാണ്, ദാഹിക്കുന്നു, വെള്ളം കുടിക്കണം എന്ന് തോന്നി. അപ്പം വെള്ളത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അല്ലേ? വെള്ളം കുടിക്കണമെന്ന ആഗ്രഹം കൊണ്ട്, നീഡ് കൊണ്ട് വെള്ളത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. പക്ഷെ മനസ്സ് ആകർഷിക്കപ്പെട്ടതുകൊണ്ടായില്ല, ശരീരത്തിന് അവിടേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് അവരതിന് വേറെ എന്തെങ്കിലും വഴി കാണേണ്ടി വരും. നമ്മൾ ദാഹിക്കുന്നു, വെള്ളം കുടിക്കണം, ആഗ്രഹം വന്നു, ആവശ്യം വന്നു, നമ്മൾ ചിന്തിച്ചു, എണീറ്റു, നടന്നു. ഇവിടെ ഒക്കെ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നതും ചിന്തിച്ചു പ്രവർത്തിച്ചു, ചിന്തിച്ചു സംഭവിച്ചു. അപ്പം മനസ്സിൻ്റെ തലത്തിൽ മനസ്സിനെ എന്താണോ സ്വാധീനിക്കുന്നത്, മനസ്സിനെ എന്താണോ ആകർഷിക്കുന്നത്, അത് ആ മൊമെൻറ്റിൽ തന്നെ നടത്താൻ പാകത്തിന് 100 കണക്കിന് മാനിഫെസ്റ്റേഷൻസ് ലൈവായിട്ട് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുമ്പോഴേക്ക് നടത്താൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള. എന്നാൽ നോക്കുക, ഒരു കുട്ടി, ആ കുട്ടിക്ക് ചിന്തിക്കുമ്പോഴേക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം ആ കുട്ടിക്ക് അറിവില്ല, ആ കുട്ടി ട്രെയിൻഡ് അല്ല. എക്സാമ്പിൾ, ഒരു ദാഹിക്കുന്ന കുട്ടിയാണെങ്കിൽ കരയാനേ പറ്റുന്നുള്ളൂ. വെള്ളം എന്താണെന്നോ അതെങ്ങനെയാ കുടിക്കാമെന്നോ ഗ്ലാസ് എങ്ങനെയാ പിടിക്കാമെന്ന് പോലും അറിയാത്ത കുട്ടി. ആ കുട്ടിയുടെ കയ്യിൽ വെള്ളം കൊണ്ട് വെച്ചാൽ ആ കുട്ടിക്ക് കുടിക്കാൻ പറ്റില്ല, ദാഹിക്കുന്നുണ്ടായിരിക്കും, വേറൊരാളുടെ സഹായം വേണം. ദാറ്റ് മീൻസ് ആ കുട്ടിക്ക് തനിച്ച് വെള്ളം കുടിക്കുക എന്ന മാനിഫെസ്റ്റേഷൻ നടത്താൻ ആ കുട്ടി ട്രെയിൻഡ് ആയിട്ടില്ല, എക്യുപ്ഡ് ആയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ രണ്ടാമത്തെ തലം മനസ്സിൻ്റെ തലമാണ്. മനസ്സിലെ ആഗ്രഹങ്ങളോടുള്ള ആകർഷണമാണെന്നല്ല. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ട് കിട്ടുന്ന മൈന്യൂട്ട് സംഭവങ്ങൾ. ഞാൻ കഴിഞ്ഞ ഡിസംബർ 31 ഗൈഡഡ് കോഡ് പാർട്ടിസിപ്പൻസിന് ഒരു ഗ്യാതറിങ് വെച്ചിരുന്നു. നിങ്ങൾക്ക് GC ചെയ്തവരാ, ചോദിക്കട്ടെ, ഇതിൽ എത്ര ഭാഗ്യവാന്മാരുണ്ട് അതിൽ പങ്കെടുത്ത്? അടുത്ത വർഷം നമുക്ക് ഭാഗ്യവാന്മാരായിട്ട് മാറാം പങ്കെടുക്കാത്തവർക്ക്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ മൈക്രോ കാലിബ്രേഷനെ പറ്റി പറഞ്ഞിരുന്നു. മൈക്രോ കാലിബ്രേഷൻ, ഏതൊരു കാര്യത്തെയും നമ്മൾ ആദ്യം അതിൻ്റെ മൈക്രോ ലെവലാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും സൂക്ഷ്മ തലത്തിൽ അതെന്താണെന്ന് അറിയണം. ഇപ്പം മാനിഫെസ്റ്റേഷൻ പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ വളരെ എന്താ പറയുക, വിശാല അർത്ഥത്തിൽ അറിയുന്നതിന് മുന്നേ, വൈഡനായിട്ട് അറിയുന്നതിന് മുന്നേ ആദ്യം നമ്മൾ അതിൻ്റെ മൈക്രോ ലെവലിൽ അറിയണം. അപ്പോൾ മൈക്രോ ലെവലിൽ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, ഒരു സ്പാർക്കായിട്ട് ഒരു കാര്യത്തിന് ചെറിയൊരു സ്പാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്പാർക്കിന് നമുക്ക് ഇൻഡസ്ട്രിയലൈസ് ചെയ്താൽ, സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയാണ്. ലബോറട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ റിയാക്ഷൻസ് നടത്തുള്ളൂ. ലാബിൽ തന്നെ വലുത് നടത്തി കഴിഞ്ഞാൽ ലാബ് കത്തിപ്പോവും. അപ്പോൾ ആദ്യം ലാബിൽ ചെറിയൊരു ടെസ്റ്റ് നടത്തി ചെറിയൊരു സ്പാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാം വ്യാവസായിക അടിസ്ഥാനത്തിൽ. അപ്പം നമ്മൾ ലാർജ് സ്കെയിലിൽ അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങും. ഇതുപോലെ ലാർജ് സ്കെയിലിലുള്ള കാര്യങ്ങളാണ് മാനിഫെസ്റ്റേഷനാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നുമല്ല, വെള്ളം വേണം കുടിക്കുക എന്നുള്ളതല്ല, വലിയ കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങൂല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ വീക്കിൽ ഞാൻ പറഞ്ഞിരുന്നു, കുന്നോളമുള്ള വിഷയങ്ങളൊക്കെ, ഇതൊക്കെ പ്രാർത്ഥന. പക്ഷെ ഞാൻ പറഞ്ഞ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് എങ്ങനെ സംഭവ്യമാകും? അതൊരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ്, ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് പ്രൊസീജിയറാണ്. അപ്പോൾ അതിൽ വലിയ സെറ്റപ്പുകളൊക്കെ വേണം നമുക്ക്. വലിയ സെറ്റപ്പുകൾ ഇൻ ദ സെൻസ് നമ്മുടെ മനസ്സ് അത്ര സെറ്റപ്പിലേക്ക് പോകണം, നമ്മുടെ പ്രവർത്തനങ്ങൾ അത്ര സെറ്റപ്പിലേക്ക് പോകണം, നമ്മുടെ അറിവ് അത്ര സെറ്റപ്പിലേക്ക് പോകണം. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിറകിൽ ഫങ്ഷൻ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ആ ലാർജ് സ്കെയിലിൽ കിടക്കുന്ന ഇൻഡസ്ട്രിയൽ സ്പേസിൽ കിടക്കുന്ന അത്രയും വിശാലതയിൽ കിടക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ അത്ഭുതകരമായിട്ടുള്ള കവചത്തെ അല്ലെങ്കിൽ ടൂളിനെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് വികസിപ്പിച്ചെടുക്കാൻ ആദ്യം ലബോറട്ടറി ടെസ്റ്റ് നടത്തും പോലെ ചിന്തകളിൽ നിന്നുമാണല്ലോ പ്രാർത്ഥനകൾ ഉത്ഭവിക്കുന്നത്. മൈ റൈറ്റ്? യെസ്, ചിന്തകളിൽ നിന്നാണ് പ്രാർത്ഥന ഉത്ഭവിക്കുന്നത്. അപ്പം നമ്മൾ മൈക്രോ ലെവലിൽ എവിടെയാണ് അതിൻ്റെ ലാബ് ടെസ്റ്റ് നടത്തുമാറ് കുഞ്ഞു ചിന്തകൾ സംഭവിക്കുന്ന, കുഞ്ഞു ചിന്തകൾ നടക്കുന്ന തലം എന്നുള്ളതാണ്. പലർക്കും ഈ മാനിഫെസ്റ്റേഷനിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടുള്ളൊരു പുസ്തകമായിരിക്കും സീക്രട്ട് എന്നുള്ള ബുക്ക് അല്ലേ, റോണ്ട ബേണിൻ്റെ സീക്രട്ട് എന്നുള്ള ബുക്ക്. അപ്പോൾ അതിൽ ഈ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനൊക്കെ പഠിക്കാൻ തൽപരരായിട്ട് വരുന്ന ആളുകളോട് ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്ന്, കുഞ്ഞു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയും. അതായത് ഒരു ഫെദർ, ഒരു രൂപ ഒക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും. ഇത് ലാബ് ടെസ്റ്റുകളാണ്. ഇതിനെ ചെറിയ ടെസ്റ്റ് കണ്ടീഷൻസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്,
എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺവിൻസിങ് വരും, യെസ് ഇറ്റ് വർക്ക്സ്, ഇത് വർക്കൗട്ട് ആവും. അതിൽ നിന്നാൽ പിന്നെ നമ്മൾ ആ കൺവിൻസ് സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ വലിയ കാര്യങ്ങളിലേക്ക് സ്റ്റെപ്പ് എടുക്കാനുള്ള സ്ട്രെങ്ത് കിട്ടാന്ന് പറയും. അതിലെ പ്രാക്ടീസും ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതേപോലെ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ എങ്ങനെയാണ് മൈക്രോ ലെവലിൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. മൈക്രോ ലെവലിലെ മാനിഫെസ്റ്റേഷൻ ഞാൻ ഈ പറഞ്ഞത്, നമ്മുടെ ഒരു ചിന്ത എടുത്ത് നോക്കി കഴിഞ്ഞാൽ എത്രയോ നമ്മൾ ഒരു ദിവസത്തെ ചിന്തകൾ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേര് മാനിഫെസ്റ്റേഷൻ എന്നാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ട പല കാര്യങ്ങളും ആ സമയത്ത് ഒരു ദിവസത്തിൽ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതൊരു മാനിഫെസ്റ്റേഷനായിട്ടൊന്നും തോന്നില്ല. അതൊക്കെ നമ്മുടെ കാഷ്വൽ പവറായിട്ട് അല്ലെങ്കിൽ അത് നോർമലായിട്ടാണ് നമുക്ക് തോന്നുക. ഇന്ന് രാവിലെ വെള്ളം കുടിച്ചു, വളരെ നോർമലായിട്ടുള്ള കാര്യം, വെള്ളം വേണമായിരുന്നു കുടിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വസ്ത്രം മാറ്റി, എനിക്ക് വസ്ത്രം മാറ്റണമായിരുന്നു, മാറ്റി എന്നുള്ളത്. അത് നമ്മുടെ പരിധിയിൽ അല്ലെങ്കിൽ നമ്മുടെ പവറിൽ കിടക്കുന്നത് പോലെയാണ്. എന്നാൽ വെള്ളം വേണമെന്ന് കരുതിയാൽ കുടിക്കാൻ കിട്ടാത്ത കുറേ ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലാസ് വെള്ളം ചിലപ്പം രാവിലെ തന്നെ കിട്ടാന്ന് പറയുന്നതായിരിക്കും അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ. സോ നമുക്കത് മാനിഫെസ്റ്റേഷൻ അല്ല, നമുക്കത് ലോ ഓഫ് അട്രാക്ഷൻ അല്ല, നമുക്കതിലൊരു അത്ഭുതവും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കണം എന്നുള്ളൂ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ന രീതിയിലേക്ക് നമ്മൾ ആക്കി വെച്ച കുറേ സംഭവങ്ങളുണ്ട്. ആ ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ന പോയിന്റിൽ എത്തിയിട്ടുള്ള നമ്മുടെ പരിധിയിൽ എത്തിയിട്ടുള്ള നമ്മുടെ അധികാര പരിധിയിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ എത്രയോ ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് ഇപ്പോഴും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കേണ്ടി വരും, പ്രയത്നിക്കേണ്ടി വരും, ആഗ്രഹിക്കേണ്ടി വരും, കൊതിക്കേണ്ടി വരും. അങ്ങനെയായിരിക്കും അവരെ കൈകളിലേക്ക് എത്തുന്നത്. നമ്മളിലേക്ക് അത് നമുക്ക് വേണ്ടപ്പോൾ എത്തിച്ചേർന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ അധികാര പരിധിയുടെ അണ്ടറിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ഇതിനെ ഒന്ന് ഓഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, ഫീലിംഗ് ദ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുമ്പോഴേക്ക് കിട്ടുന്ന എന്തൊക്കെയുണ്ട് അത് നമ്മളിങ്ങനെ എണ്ണം എടുക്കുമ്പോഴേക്ക് എനിക്ക് ഇന്ന സംഭവമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ബന്ധങ്ങളുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളതിനെ ഓഡിറ്റ് ചെയ്താൽ തീരൂല. അത്രയും നമ്മുടെ അധികാര പരിധിയിലെത്തിയിരിക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക ഈ സംഭവങ്ങളൊക്കെ ഇല്ലാത്തവരുണ്ടോ ഈ ലോകത്തിൽ, ഇതൊക്കെ കിട്ടാത്തവരുണ്ട് ഈ ലോകത്തിൽ. അങ്ങനെ നോക്കുമ്പോഴാണ് അവർക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം എനിക്ക് കുൻഫയക്കൂ എന്ന് ദൈവം പറയും പോലെ, ബി ആൻഡ് ഇറ്റ് ഈസ് എന്ന് പറയും പോലെ, ആഗ്രഹിക്കുമ്പോഴേക്ക് പുഷ്പം പോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങ് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ സ്കാൻ ദാറ്റ് ഫസ്റ്റ്. ഇതാണ് ആദ്യം മൈക്രോ മാനിഫെസ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ അത് സ്കാൻ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് ഇത്ര എളുപ്പത്തിൽ ഇത് നടക്കുന്നു, എനിക്ക് ഈ എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എത്രയോ ആളുകൾക്ക് വളരെ കടുപ്പമേറിയ വിഷയങ്ങളാണ്. അപ്പോൾ അവരെത്ര സമയം അതിന് വേണ്ടി ചിലവാക്കേണ്ടി വരും, അവരതിന് വേണ്ടിയിട്ട് എത്രത്തോളം അധ്വാനിക്കേണ്ടി വരും. എനിക്കിത് എളുപ്പത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇത് മാനിഫെസ്റ്റേഷൻ്റെ കൂട്ടത്തിലേക്ക്, എൻ്റെ എളുപ്പത്തിൻ്റെ കൂട്ടത്തിലേക്ക്, എനിക്ക് സിമ്പിളായിട്ട് നടക്കുന്ന മാനിഫെസ്റ്റേഷൻ്റെ കൂട്ടത്തിലേക്ക് എനിക്കതിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് പാറ പോലെ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പരുത്തിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം നമുക്ക് കുറേ പരുത്തിക്ക് സമാനമായിട്ടുള്ള കുറേ അപ്പൂപ്പൻ താടി പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. നിങ്ങൾ ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു, വേണമെങ്കിൽ എടുക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ വലിയ കാര്യങ്ങൾ, വലിയ ലക്ഷ്യങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഘട്ടം വരുമ്പം അത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ഒരു 5 വർഷം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു 5 വർഷം കഴിഞ്ഞാൽ ആ ആഗ്രഹത്തെ, ആ പാറ പോലെ ചിന്തിച്ച ആഗ്രഹത്തെ നിങ്ങൾക്ക് എന്തായിട്ട് തോന്നും? സ്വാഭാവികമായിട്ടും നേരത്തെ ലിസ്റ്റിലേക്ക് മൈക്രോ മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുമ്പോഴേക്ക് നടക്കുന്ന കോലത്തിലേക്ക് അത് മാറുമെന്നുണ്ടെങ്കിൽ ആ അവസ്ഥ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, പാറയെ പരുത്തിയാക്കുന്ന മെൻ്റൽ സ്റ്റേറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പരുത്തി പോലെ എന്തെല്ലാം നിങ്ങളുടെ ലൈഫിലുണ്ടോ നാച്ചുറലായിട്ട് സംഭവിക്കുന്നത്, അത് നാച്ചുറലാണ്. അത് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത് പ്രാർത്ഥിച്ച് പറഞ്ഞ പോലെ ഒന്നുമല്ല. അപ്പോൾ എന്നതുകൊണ്ടാണ് നിങ്ങളൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിൽ പോലും ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കുടിക്കാൻ വേണ്ടി പറയുന്നത്. വേറെ ആരൊക്കെ ദൈവത്തോട് അത്രമാത്രം പ്രാർത്ഥിച്ച് മാത്രമാണ് ആ വെള്ളം കുടിക്കുന്നത്. അത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടുമാണ് അവർ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മറക്കുമ്പോഴാണ് നമ്മൾ നന്ദിയില്ലാത്തവർ ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വേറെ ആരുടെയൊക്കെയോ പ്രാർത്ഥന എനിക്ക് എളുപ്പത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാനും ആ എളുപ്പത്തിൽ തന്നെ പ്രാർത്ഥനയോടൊപ്പം, സ്നേഹത്തോടൊപ്പം, നന്ദിയോടൊപ്പം എനിക്ക് എളുപ്പമായതിന് ഞാൻ കൈകാര്യം ചെയ്യുന്നു. അപ്പം നാച്ചുറൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറലി നമ്മളെ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 1000 കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക? ഞാൻ പറഞ്ഞു അല്ല. 10,000 കാര്യങ്ങളാണോ? ഒരിക്കലും അല്ല. നമ്മൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ 1000 അല്ല, 10,000 അല്ല, അതിൻ്റെ മുകളിലുണ്ടായിരിക്കും. നിങ്ങളത് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോവും. കാരണം അത്രയ്ക്കുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കാര്യം എനിക്ക് പുഷ്പം പോലെ സിമ്പിൾ, ഒരു ലാഘവത്തോടു കൂടി സിമ്പിളായിട്ട് നടക്കുന്നു. എന്നാൽ വേറെ ആർക്കൊക്കെ ഇത് നടക്കണമെങ്കിൽ എത്ര സമയം എടുക്കണം? അങ്ങനെ ആലോചിച്ചാൽ മതി.
അപ്പം പേന പിടിച്ച് എഴുതാൻ എനിക്കറിയാം, മാനിഫെസ്റ്റേഷനാണ്. കാരണം അത് അറിയാത്തവരാണ് ജനിച്ച് വീണ കുട്ടികൾ. അപ്പോൾ അവർക്ക് എത്ര കഠിന പ്രയത്നമായിരിക്കും, ആ കുട്ടികൾ എത്ര കരഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു എ എഴുതാൻ വേണ്ടിയിട്ട്, ഒരു ബി എഴുതാൻ വേണ്ടിയിട്ട്. ആ കുട്ടിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ കൂടി ഉള്ളിൽ കിടന്ന് എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന, മിസ്സിൻ്റെ അടി കിട്ടാതിരിക്കാൻ, ഉമ്മയുടെ ചീത്ത കിട്ടാതിരിക്കാൻ. അപ്പോൾ ഏറ്റവും വലിയ ആ കുട്ടിക്ക് ആ കാലഘട്ടത്തിൽ ആകെ ഉണ്ടായിരുന്ന ഏക പ്രാർത്ഥന, ഏക ആഗ്രഹം, ഏക മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ABCD പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആലോചിക്കുക, നമുക്കത് വളരെ സില്ലിയാണ്, പക്ഷെ വേറെ ആർക്കൊക്കെ അതൊരു കഠിന യജ്ഞമായിട്ടാണ് തോന്നുന്നതെങ്കിൽ, ഇപ്പോൾ നമുക്ക് കഠിന യജ്ഞമായി തോന്നുന്നതൊക്കെ ആരുടെയൊക്കെയോ സിമ്പിളായിട്ടുള്ള പരുത്തി പോലെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ് ഡിഫറൻസുകൾ മനസ്സിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്റ്റേറ്റ് ഡിഫറൻസുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മനസ്സാണ് ഇതിലൊക്കെ പ്രവർത്തിക്കുന്നത്. മനസ്സാണ് എളുപ്പമാക്കുന്നതും മനസ്സാണ് കടുപ്പമാക്കുന്നതും. ഓക്കെ, പേന പിടിക്കുക എന്നത് ഏറ്റവും കടുപ്പമായിരുന്ന അവസ്ഥയിൽ നിന്നും അതേ പേന പിടിക്കൽ തന്നെ എളുപ്പമാക്കി തന്നത് മനസ്സാണ്, മനസ്സിൻ്റെ കോർഡിനേഷനാണ്. അതാ ഞാൻ പറയും, മനസ്സിൻ്റെ തലത്തിലുള്ള മാനിഫെസ്റ്റേഷൻ, മൈക്രോ മാനിഫെസ്റ്റേഷനിൽ പെട്ടതാണ് ഒരു പേന പിടിക്കൽ പോലും. ഐ മാനിഫെസ്റ്റഡ്, ഞാനത് പഠിച്ചു, എനിക്കത് കിട്ടി, എനിക്കത് മനസ്സിലായി, എങ്ങനെയാണ് ഇതിൻ്റെ നാക്ക് എന്നെനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പറയും അത് മൈക്രോ മാനിഫെസ്റ്റേഷൻ്റെ ലിസ്റ്റിലേക്ക് പെടുന്ന കാര്യങ്ങളാണ്. ഇതിനെ അവഗണിച്ചുകൊണ്ട് എന്തൊക്കെയോ വലിയ കാര്യങ്ങളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ മാത്രം ചെയ്തെടുക്കലാണ് എന്ന് ചിന്തിക്കുന്നിടത്തു നിന്നാണ് നമ്മളുടെ ഈ മാനിഫെസ്റ്റേഷൻ ബാലൻസ് തെറ്റുന്നത്. മൈക്രോ ലെവലിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും മാക്രോ ലെവലിൽ ഒന്നും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഈ പറഞ്ഞ ലബോറട്ടറി പാർട്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ മൈക്രോ ലെവലിൽ നമുക്ക് സാധ്യതയുണ്ടെങ്കിൽ, സംഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയും നിങ്ങളുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ എത്രത്തോളം മൈക്രോ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്? കൗണ്ട്ലെസ്, ലിമിറ്റ്ലെസ്, ഇൻഫൈനൈറ്റ്. അത് മനസ്സിലാക്കുമ്പം എൻ്റെ നടത്തം എന്ന് പറഞ്ഞത് പോലും ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. മനസ്സിലായില്ലേ? നടത്തം എന്നുള്ളത് അത് എൻ്റെ മാത്രമല്ല, എൻ്റെ വീട്ടുകാരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടി വേഗം എണീച്ച് നടക്കണേ. അപ്പോൾ ഓരോ അടി വെക്കുമ്പോഴും ആ ഓരോ അടിയിലും ഒരു പ്രാർത്ഥനയുടെ, ഒരു പ്രയത്നത്തിൻ്റെ, ഒരു മാനിഫെസ്റ്റേഷൻ്റെ, ഒരു മാജിക്ക് നമ്മൾ ആസ്വദിക്കുമ്പോഴാണ് വെക്കുന്ന ഓരോ അടിയും നമുക്ക് ആസ്വദിച്ച് വെക്കാൻ വേണ്ടി പറ്റുക. നമ്മൾ അത്രമാത്രം സ്വപ്നം കണ്ടിട്ട് നമ്മളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക? വി ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്, വി ഫീൽ എക്സൈറ്റഡ്, വി ഫീൽ സർപ്രൈസ്ഡ്, വി ഫീൽ ക്യൂരിയസ്, വി ഫീൽ എന്തൂസിയാസ്റ്റിക്, വി ഫീൽ എംപവേർഡ്. എന്തൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യും. വി ഫീൽ സോ മച്ച് ഓഫ് സെൽഫ് ലവ്. നമ്മളോട് തന്നെ നമുക്ക് വല്ലാത്തൊരു സെൽഫ് ലവ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമ്മൾ ആ കാറ് വാങ്ങിച്ചു, അതിലൂടെ യാത്ര ചെയ്തും ഒക്കെ നമുക്കെന്ത് കിട്ടുന്നു? കുറേ കഴിഞ്ഞാൽ അത് നമ്മുടെ കാഷ്വൽ ആയിട്ടുള്ള, നോർമൽ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് മാറുമ്പം നമുക്ക് ആ ഫീലിങ്സ് ഒക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഫീലിങ്സ് നഷ്ടപ്പെടുത്താതെ, ഇതുപോലെ കാറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലുള്ള മൈക്രോ ലെവലിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് അതേ ഫീലിങ്സോട് കൂടി തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളത് മറന്നു, കുറച്ച് കഴിഞ്ഞാൽ മാറും, ഒരുപാട് ലിസ്റ്റിലേക്ക് വരും, എല്ലാം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഹോൾഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ ഇതിനെ എല്ലാത്തിനെയും, മൈക്രോ ലെവലിലുള്ള എല്ലാത്തിനെയും ഒരുമിച്ച് പ്രെയറിൻ്റെ സ്റ്റേറ്റിൽ, മാനിഫെസ്റ്റേഷൻ്റെ സ്റ്റേറ്റിൽ കൊണ്ടുവെക്കുന്നതിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഇമോഷൻ അനുഗ്രഹമായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് തന്നത്. നന്ദിയുള്ളവരാവാം. അപ്പോൾ സദാസമയവും ഗ്രാറ്റിറ്റ്യൂഡ്, വെറുതെ ഇരിക്കുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇരിക്കുന്നതിന് ഇപ്പം എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഇരിക്കലും ഒരു മാനിഫെസ്റ്റേഷനാണ്. കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നിരുത്തി എങ്ങനെ അങ്ങ് പോകും? കാരണം അതിനെങ്ങനെ ശരീരം ബാലൻസ് ചെയ്തിരിക്കുക എന്നുള്ളത് പഠിച്ചിട്ടില്ല, മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ നോക്കിയേ, എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ പഠിപ്പിക്കലിൻ്റെ ഭാഗമായി പഠിപ്പിച്ച് തന്നെ കിട്ടിയതാണോ? അധ്വാനിച്ച് തന്നെ കിട്ടിയതാണോ? അല്ല. ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ പഠിച്ചെടുത്തതാണ്. അതല്ല മാനിഫെസ്റ്റേഷൻ. ഞാൻ പഠിച്ചു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. എക്സാമ്പിൾ ലാംഗ്വേജ്, മലയാളമൊക്കെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾക്കത് ആവശ്യമുള്ളതാണെന്ന് നമ്മൾ അറിയുന്നതിന് മുന്നേ തന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. ഇങ്ങനെ നടക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ അറിഞ്ഞ് വേണ്ട വിധത്തിൽ പ്രയത്നിച്ചുണ്ടാക്കുന്നതും, മറ്റൊന്ന് നമ്മൾ ചില കാര്യങ്ങളായിട്ട് ഇടപെട്ട് പോകുമ്പോൾ താനേ ഉണ്ടാവുന്നതും. ചില ആൾക്കാരുണ്ട്, നമ്മൾ അവരെ ബിസിനസ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ ബിസിനസ് പഠിച്ചിട്ടൊന്നല്ല സക്സസ് ആയിട്ടുള്ളത്. ആക്ച്വലി അവരെ പരിസ്ഥിതിയിലും സറൗണ്ടിങ്സിലൊക്കെ കുറേ ആൾക്കാരൊക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ കൂട്ടത്ത് വളർന്നപ്പോൾ ഇവനും അറിയാണ്ട് അവനക്ക് ബിസിനസ് എന്താണെന്നുള്ളതൊക്കെ കയറി പോയിക്കുന്നത്. അവൻ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല. നാച്ചുറലി അവനും ബിസിനസ് തുടങ്ങി, അവനും സക്സസ്ഫുള്ളായി, ഹൈലി സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരുടെ ബിസിനസ് പരാജയപ്പെടുന്നത്? അവനക്ക് അറിയൊന്നുമില്ല. അവൻ്റെ ബിസിനസ് എന്തുകൊണ്ട് സക്സസ് ആവുന്ന അതും അവന് അറിയുന്നില്ല. നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ. അപ്പോൾ അവൻ എന്താ പറയുക? പഠിച്ചവനായിട്ട് എന്തോ എൻ്റെ ബിസിനസ്സിൽ ഇന്നവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പലരും ഇങ്ങനെ പറയും, എനിക്ക് അറിയുന്നില്ല. കാരണം നിൻ്റെ ബിസിനസ് വിജയത്തിലാകുന്ന അവസ്ഥയിലേക്ക് നീ എങ്ങനെ എത്തിയെന്ന് പോലും നിനക്കറിയുന്നില്ല.
അത് നാച്ചുറൽ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും നമ്മൾ പോയിട്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ ഇത്തരം നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ടായിരിക്കും. ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഒരു കോൺട്രഡിക്ടറി അല്ലെങ്കിൽ ഒരു പാരഡോക്സ് എന്ന് പറയുന്നൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ പോലത്തെ സംഭവങ്ങൾ പഠിച്ചു തുടങ്ങിയത് മുതൽ ഒരു ലൈഫിൽ പിന്നെ ഒന്നും നടക്കില്ല. അതുവരെ നാച്ചുറലായിട്ട് നടക്കാറുണ്ടായിരുന്നു. കാരണം അവരറിയുന്നില്ല, അവരുടെ നാച്ചുറൽ വൈബ്രേഷനിൽ അത് നടക്കാറുണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് മുതൽ ഇതിങ്ങനെയാണെന്നൊക്കെ പഠിച്ചു കഴിയുമ്പം ഇവർ എല്ലാത്തിലും പോയിട്ട് നാച്ചുറലായിട്ട് നടക്കേണ്ടിടത്ത് പോയിട്ട് ആവശ്യമില്ലാണ്ട് എഫേർട്ട് ഇടും. ഇപ്പോൾ എക്സാമ്പിൾ, നാച്ചുറലി ബിസിനസ് സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ആളിൽ നാച്ചുറൽ ഇൻ്റലിജൻസ് ഉണ്ട് അയാൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കയറി പോകാനുള്ള. അപ്പോൾ ആ നാച്ചുറലായിട്ട് നടക്കേണ്ടതിനുള്ളിൽ പോയിട്ടും നമ്മൾ ഈ പറയുന്ന പ്രയത്നിച്ച് ഡെവലപ്പ് ചെയ്ത് പഠിച്ചുണ്ടാക്കി സെറ്റ് ചെയ്യേണ്ട സംഭവം കൊണ്ടങ്ങ് ഫിറ്റ് ചെയ്യും. അതോടുകൂടി മൊത്തത്തിൽ അലമ്പായിപ്പം. നല്ലോണം കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ പെട്ടെന്ന് കച്ചവടക്കാരൊക്കെ ആകുമ്പോൾ കുറച്ച് MBA ഒക്കെ വേണ്ടതെന്ന് പറഞ്ഞ് MBA പഠിച്ചതോട് കൂടിയിട്ട് ലാസ്റ്റ് MBAൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം കൂടി കുത്തിത്തിരികി കൊണ്ടുവരുമ്പോഴേക്ക് ഇയാളുടെ നാച്ചുറൽ ആർട്ടിസ്റ്റി നഷ്ടമാവും. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും പ്രെയർ ഒരു കലയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. പ്രാർത്ഥന ഒരു കലയാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് അർത്ഥിച്ച് അഭ്യർത്ഥിച്ച് മാത്രം സംഭവിക്കുന്ന ഒരു തലമല്ല അത്. നമ്മളറിയാതെ, ഞാൻ ലാസ്റ്റത്തെ ഒരു റൂമി നൈറ്റിൽ പറഞ്ഞത്, വി ആർ എ മാനിഫെസ്റ്റഡ് പ്രെയർ, വി ആർ എൻ ആൻസേർഡ് പ്രെയർ. നമ്മളത് പറഞ്ഞാൽ തന്നെ ഉത്തരം ചെയ്യപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എന്നതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ആ ഒരു നാച്ചുറൽ പ്രെയർ ഓർ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ നടക്കുക എന്നുള്ളൊരു തലം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ ഉണർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച. തുടങ്ങല്ലേ ചർച്ച? എന്താണ് നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് മനസ്സിലായോ? മൈക്രോ ലെവൽ മുതൽ മാക്രോ ലെവൽ വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലി നമ്മളുടെ ഒക്കെ നിത്യജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണ, ഞാൻ പറഞ്ഞത്, ഒരു ഫ്രെയിം നമുക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് കയറി കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നം. എനിക്ക് ആൾക്കാർ പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി അവിടുന്ന് വായിച്ച ഇവിടുന്ന് കണ്ട സോക്കോൾഡ് കുറച്ച് ഫ്രെയിം ഇട്ടിട്ട് ഇതല്ല മാനിഫെസ്റ്റേഷൻ, അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ ചേർത്തിട്ടായിരിക്കും. അവർ കാണുന്നത് അവർ കേട്ട ആ വാക്ക് വെച്ചിട്ട് മാത്രമായിരിക്കും. അപ്പോൾ ഉള്ളിൽ പതിഞ്ഞ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ വാക്കും ചിത്രവും അതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെ മുന്നിലിരുത്തിയിട്ട്, അതായത് ഉത്തമ, നിങ്ങൾ മനസ്സിലാക്കിയ മാനിഫെസ്റ്റേഷൻ അതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തി ക്ലിയർ ചെയ്യാൻ കുറച്ച് പണിയാണ്. ഏറ്റവും ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്യുപ്ഡ് ആയ ലേണിങ്സിനെ അൺലേൺ ചെയ്യിപ്പിക്കലാണ്. കാരണം ഇത് തന്നെയല്ലേ പഠിക്കണ്ടേ, ഇത് തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ എനിക്കിത് അറിയാലോ, നിനക്കിതറിയാം, പക്ഷേ ഇങ്ങനൊരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ആ അറിയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞതിനെ തൽക്കാലം ഇത് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടി ഫസ്റ്റ് മുതൽ അറിയാൻ പോയാലോ? എനിക്ക് ഫസ്റ്റ് മുതൽ അറിയൽ സാധിക്കുന്നില്ല. ഓൾറെഡി ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. ജഗദീഷിനോട് മറ്റേ ചാവീൻ്റെ കഥ ചോദിച്ച പോലെ ആയിരിക്കും. ചാവി ഇപ്പോൾ ഇവിടെ ഉള്ളത്, ചാവി ഇപ്പം അവിടെ ഉണ്ട്, എന്നാൽ അതെടുക്കാലോ, അതെൻ്റെ കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ചില സമയത്ത് ചില ആൾക്കാരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്, ലേൺ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ടഫസ്റ്റ് പാർട്ടാണത്. ഓൾറെഡി ദേ ആർ എക്യുപ്ഡ് വിത്ത് സം ഫ്രെയിംസ്. ഇതേ ഉള്ളൂ, ഇതാണ് എന്ന് ധരിക്കും. അങ്ങനത്തെ ധാരണകളിൽ നിൽക്കുന്നവർ റീഫ്രെയിമിങ്ങും പോസിബിൾ അല്ല, റീലേണിങ്ങും പോസിബിൾ അല്ല, അൺലേണിങ്ങും പോസിബിൾ അല്ല. അപ്പോഴാണ് അവർ പഠിച്ച അറിവുകളെ കൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉള്ള ഒരു ടോപ്പിക്കാണ് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും. ബിക്കോസ് ഇത് വേറെന്തോ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള, സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള എന്തോ ഒരു സാധനത്തിൽ നിന്നും സംഭവിക്കുന്നതാണ്. ഇറ്റ് ഈസ് വെരി നാച്ചുറൽ. ഞാൻ പറഞ്ഞു, അത് മാത്രമല്ല, മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഏരിയ നമ്മൾ തൊടുമ്പം, പ്രെയർ എന്ന ഏരിയ തൊടുമ്പം അതിനൊരു നാച്ചുറൽ റെൽമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വിഷയത്തെ അതിൻ്റെ മൾട്ടി ഡയമെൻഷനിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ അതിലൊന്ന് അതിൻ്റെ നാച്ചുറൽ പാർട്ട് എന്താണ്, മറ്റൊന്ന് അതിൻ്റെ മിസ്റ്റിക്കൽ പാർട്ട് എന്താണ്, അതിൻ്റെ സയൻറ്റിഫിക് പാർട്ട് എന്താണ്, അതിൻ്റെ ഫിലോസഫിക്കൽ പാർട്ട് എന്താണ്. ഇതിൻ്റെ ഓരോരോ അപ്രോച്ചുകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് എക്സാക്ട്ലി എന്താണ് അത് എന്നും എന്തല്ല അതെന്നും നമുക്ക് വ്യക്തമാക്കാൻ പറ്റുക. ഞാൻ ഏതൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നവർക്കറിയാം അതിൻ്റെ എല്ലാ ഡയമെൻഷൻസും പറയും, ഒരു അപ്രോച്ച് മാത്രമല്ല. അപ്പോഴായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം വരുന്നത് അതിൻ്റെ നാച്ചുറലിസ്റ്റിക് പാർട്ട് എന്നുള്ള ചോദ്യമായിരിക്കും വരുന്നത്. നമുക്കാകെ അറിയുന്നത് അതിൻ്റെ ഫിലോസഫിക്കൽ കോറ് മാത്രമാണെങ്കിൽ നമ്മൾ ആ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനെ ഫിലോസഫിക്കൽ വിസ്ഡം മാത്രം വെച്ചിട്ട് അതിനെ കൈകാര്യം ചെയ്യും. അപ്പം അത് സംഭവം തമ്മിൽ മാച്ച് ആവില്ല എന്നുള്ളതാണ്. ഇതൊരിക്കലും വർക്കിംഗ് ഔട്ട് ആവാത്തൊരു രീതിയിലേക്ക് പോകുന്നുള്ളതാണ്. ക്ലിയർ? അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഒരു നാച്ചുറൽ പാർട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിൽ നാച്ചുറൽ എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഓൾറെഡി
ഇപ്പോഴും നിങ്ങൾക്കുള്ളിൽ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് വരാനുള്ള അസുഖത്തിന് വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് ഇപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ പണി തുടങ്ങിയിട്ടുണ്ട്. അല്ല അസുഖം പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് അസുഖം വരാൻ തോന്നാം എന്ന് പറയില്ലല്ലോ. ഇപ്പോഴേ അതിൻ്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ പോലും അറിയാണ്ട് നാച്ചുറലായിട്ട് എന്തൊക്കെയാണോ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ കുറവുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മോശം ഡയറ്റ് കൊണ്ടോ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ അസുഖങ്ങളാണോ വരുന്നത് അതുപോലും വളരെ നാച്ചുറലായിട്ട് നിങ്ങളിൽ സംഭവിക്കാനുള്ള ഉണ്ടായി വരാനുള്ള പ്രക്രിയകൾ പ്രതിഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നാച്ചുറലായി തന്നെ നമ്മൾക്കുണ്ടായിട്ടുള്ള കുറേ അറിവുകൾ, ഈ അറിവുകളൊക്കെ വളരെ നാച്ചുറലായിട്ട് നിങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പം നാച്ചുറലായിട്ട് നമ്മൾ പോലും അറിയാതെ നിങ്ങൾ കേട്ട ഗൈഡഡ് ടോക്കുകളൊക്കെ നിങ്ങളുടെ ലൈഫ് ഓരോ വർഷം കഴിയുന്തോറും ഇത്ര മാസങ്ങൾ കഴിയുന്തോറും ഏത് ലെവലിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റണമോ നിങ്ങൾ പോലും അറിയാതെ മാറുന്ന അവസ്ഥയിലേക്ക് അതിപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പോലും നാച്ചുറലി നിങ്ങൾ മാനിഫെസ്റ്റേഷനിലാണ്. അത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടായിരിക്കാം സംഭവിക്കാം, ചില കാര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിട്ടായിരിക്കാം സംഭവിക്കുക. സോ ദർ ഇസ് എ നാച്ചുറൽ സ്പേസ്. ഈ നാച്ചുറൽ സ്പേസ് ഓഫ് മാനിഫെസ്റ്റേഷൻ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ കോശങ്ങൾ പങ്കുചേരുന്നുണ്ട്, സെല്ലുലാർ ലെവൽ പങ്കുചേരുന്നുണ്ട്, നമ്മുടെ ന്യൂറോണുകൾ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ പ്രത്യേകിച്ച് അതിൽ ടേക്ക് പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ഇമോഷൻസ് അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിലീഫ് അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ വിസ്ഡം അതിൽ ടേക്ക് പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ബോഡി ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ എനർജി, ഇങ്ങനെ തുടങ്ങി എല്ലാം നാച്ചുറലി അതിൽ ടേക്ക് പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് നാച്ചുറലി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയയിൽ ടേക്ക് പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതേ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് നാച്ചുറൽ ആയിക്കൊണ്ട് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതാണ് വിഷയം, നമ്മളെ മനസ്സിന് വേണമെന്ന് തോന്നിയ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ കരുതിയ കാര്യങ്ങളെ ഈ നാച്ചുറലായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഫങ്ഷൻ്റെ നാച്ചുറാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഹൗ ഇറ്റ് വർക്ക്സ്. ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും വേണ്ടിയെന്നില്ല ഗൈഡ്, അത് നാച്ചുറലായിട്ട് എന്തോ ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നു. ഫ്ലോയിൽ ഒരു കാര്യം നിങ്ങളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഫ്ലോ എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ ഇന്നലെ നാച്ചുറൽ ക്വാളിറ്റീസ് പറഞ്ഞില്ലേ, അപ്പോൾ പ്രകൃതിയുടെ നിയമമാണ് ഒഴുക്ക് എന്നത്. പ്രകൃതി ഒഴുകിക്കൊണ്ടേയിരിക്കും. ഫ്ലോ എന്നതിന് മീനിങ് ഉണ്ടാകുന്നത്, ഫ്ലോ എന്ന സംഭവം ജസ്റ്റ് അതിനെ ഫ്ലോ എന്ന് നമുക്ക് വിളിക്കണമെങ്കിൽ ആ ഫ്ലോയിനോട് ചേർത്തിട്ടൊരു സാധനം കൂടി പറയണം, റിഥം. ഏതൊരു ഒഴുക്കും ഒരു താളം പിന്തുടർന്നുകൊണ്ടിരിക്കും. ക്ലിയർ? ഏതൊരു ഒഴുക്കും ഒരു താളം പിന്തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിൽ നാച്ചുറലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും അതൊരു ഒഴുക്കിൽ ഒരു താളത്തിലായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളിലെ ഒരു നാച്ചുറൽ മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾ നടന്നു എന്നുള്ളത്. നടക്കാൻ വേണ്ടി ഏതെങ്കിലും സ്കൂളിൽ പോയിനോ? വാക്കിംഗ് സ്കൂൾ ഇല്ലല്ലോ, നാച്ചുറലിയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ നടക്കുമ്പം ഒരു ഒഴുക്കോട് കൂടിയല്ല നടക്കുക, ഒരു ഒഴുക്കോട് കൂടിയല്ല നടക്കുക, ഉറക്കോട് കൂടിയല്ല, മനസ്സിലായി? ഒരു ഒഴുക്കോട് കൂടിയാണ് നടക്കുക. ദാറ്റ് മീൻസ് ഒരു സ്റ്റെപ്പ് വെച്ച് 2 സെക്കൻഡ് കാത്തുനിന്ന് പിന്നെ ഒന്ന് വെച്ച് 3 സെക്കൻഡ് കാത്തുനിന്ന് അങ്ങനെ എല്ലാവരും നിങ്ങൾ ചെയ്യണത്. അതൊരു ഒഴുക്കാണ്. ഇറ്റ്സ് എ ഫ്ലോ. നിങ്ങൾ പോലും അറിയുന്നില്ല, നിങ്ങൾ നടക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ പോലും അറിയുന്നില്ല. കുറച്ച് നടന്ന് കാല് കടയുമ്പോൾ ഇത്രയും നടന്നിട്ടാണ് തോന്നുന്നുണ്ട് കാല് കടഞ്ഞു. ഇത് നമ്മുടെ ഇറ്റ് ഹാപ്പൻസ് ഇൻ എ ഫ്ലോ സ്റ്റേറ്റ്. അതൊരു ഫ്ലോ സ്റ്റേറ്റിലാണ് നടക്കുന്നത്. അപ്പം ആ ഫ്ലോയിൽ നിങ്ങൾ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നടത്തം നിങ്ങൾ നോക്കിയ ഫ്ലോയിലുള്ള അതിനൊരു റിത്തമുണ്ട്, ഒരു ബാലൻസ് ഉണ്ട്, ഒരു റിത്തമുണ്ട്, ഒരു റിത്തമിക്കായിട്ടാണ് നമ്മൾ കാല് വെച്ചുകൊണ്ടിരിക്കുക. ഏതൊരാൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് 1 2 1 2 1 2 1 2 ഇങ്ങനെയൊക്കെ ഓരോ താളത്തിലായിരിക്കും ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുക. സോ എവിടെ ഫ്ലോ ഉണ്ടോ അവിടെ ഒരു റിത്തം ഉണ്ടായിരിക്കും. ഫ്ലോ വരുന്നിടത്ത് നാച്ചുറലി എന്തുകൂടി വരും? റിത്തം വന്നുകൊണ്ടിരിക്കും. റിത്തം മാത്രമല്ല, റിത്തമിക്കായിട്ടുള്ള ഫ്ലോ സ്റ്റേറ്റുള്ള എന്തും ബാലൻസ്ഡ് ആയിരിക്കും. അതൊരു ബാലൻസിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നടക്കാൻ നമുക്ക് ബാലൻസ് വേണ്ടേ? നിൽക്കാൻ നമുക്ക് ബാലൻസ് വേണ്ടേ? അപ്പോൾ നോക്കിയാൽ നാച്ചുറൽ ആയിട്ടുള്ള ഏത് കാര്യത്തിനും ഫ്ലോ ഉണ്ടായിരിക്കും. ഫ്ലോനോടൊപ്പം ബാലൻസ് ഉണ്ടായിരിക്കും, അതിനോടൊപ്പം റിത്തം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഇൻറ്റേർണൽ കോർ നമ്മളെ കംപ്ലീറ്റ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കുള്ളിലും അതുപോലത്തെ ഫ്ലോയിൽ നടക്കുന്ന, റിത്തമിക്കായിട്ട് നടക്കുന്ന, ബാലൻസ്ഡ് ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഹാർട്ട് ബീറ്റ് നാച്ചുറൽ അല്ലേ? നിങ്ങൾ അറിയണ്ടോ? നിങ്ങളുടെ ഹൃദയം ബീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞു, തീർന്നു. അപ്പോൾ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് മുതൽ തന്നെ ഈ നാച്ചുറൽ ബീറ്റ് സ്റ്റാർട്ട് ചെയ്യൂ. ആ ബീറ്റിനൊരു ബാലൻസ് ഉണ്ട്, ഒരു റിത്തം ഉണ്ട്, ഇല്ലേ? ചില സമയത്ത് അത് വേഗത്തിലടിക്കും. ആ വേഗത്തിൽ അടിച്ചു തുടങ്ങിയാൽ 3 തവണ വേഗത്തിൽ അടിച്ച് പിന്നെ സ്ലോ ആക്കി, പിന്നെ 2 തവണ വേഗത്തിൽ സ്ലോ ആക്കി, അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഫോളോയിങ് എ റിത്തം. അപ്പോൾ റിത്തമിക്കായിട്ട് ബാലൻസ്ഡ് ആയിട്ട്
നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ. ഇതുപോലത്തെ എന്തൊക്കെ സംഭവങ്ങൾ നമ്മളിൽ നാച്ചുറലായിട്ട് നടക്കുന്നുണ്ട് നോക്കിയേ. നമ്മുടെ ബ്രെയിന് അല്ലെങ്കിൽ നമ്മുടെ കണ്ണ്, നമ്മളെ കണ്ണ് കാണുന്നു, വളരെ നാച്ചുറലായിട്ടല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? നാച്ചുറലായിട്ടല്ലേ? ദാറ്റ് മീൻസ് നമ്മളിങ്ങനെ കാണുന്നു, ഒരു ഫ്ലോയിൽ ബാലൻസിലൊക്കെ കാണും. 2 കണ്ണുണ്ട്, ഈ 2 കണ്ണും കാണുന്നുണ്ട്. നമ്മൾ ഒരാളെ കാണുമ്പോൾ രണ്ടായിട്ട് കാണുന്നില്ലല്ലോ. വാട്ട് ഹാപ്പൻഡ്? 2 കണ്ണ് കാണുന്ന കാര്യങ്ങളെ പോലും ബാലൻസ് ചെയ്ത് റിത്തമിക്കായിട്ട് അലൈൻ ചെയ്ത് ഫ്ലോയിൽ നമുക്ക് ഒരു ഒഴുക്കോടെ ഭംഗിയിൽ കാണുന്ന പാകത്തിലേക്ക് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ കാഴ്ചയുടെ പ്രവർത്തനത്തിലാവട്ടെ, കേൾവിയുടെ പ്രവർത്തനത്തിലാവട്ടെ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം 2 സൗണ്ടായിട്ട് കേൾക്കണില്ലല്ലോ നിങ്ങൾക്ക്? 2 ചെവിയില്ലേ? 2 ചെവിയും കേൾക്കുന്നില്ലേ? 2 ആളും കേട്ട് ഒന്നാക്കിയിട്ടല്ലേ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? 2 ആളും കണ്ട് ഒന്നാക്കിയിട്ടല്ലേ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്? ദാറ്റ് മീൻസ് നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവർത്തനം അതിൻ്റെ ഉള്ളിൽ നടത്തി സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കുക്ക് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രൂപേണ എത്ര കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളെയും നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണോ ആ വേണ്ട വിധത്തിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു മാജിക്കൽ നാച്ചുറൽ സ്റ്റേറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ കാഴ്ചയുടെ വിഷയത്തിലും കേൾവിയുടെ വിഷയത്തിലും ഹാർട്ട് ബീറ്റിൻ്റെ വിഷയത്തിലും എല്ലാത്തിൻ്റെ വിഷയത്തിലുമുണ്ട്. നടത്തത്തിൻ്റെ വിഷയത്തിലും ഇരുത്തത്തിൻ്റെ വിഷയത്തിലും ഇനി ഭക്ഷണം ചവയ്ക്കുന്ന വിഷയത്തിൽ പോലും നമ്മളൊരു ഫ്ലോ ഫോളോ ചെയ്യുന്നില്ലേ? ഒരു നാച്ചുറൽ റിത്തം അല്ലേ? ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു റിത്തം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കില്ലേ? ദാറ്റ്സ് ഇറ്റ്. സോ എല്ലാത്തിലും നമ്മളിൽ എല്ലാ കാര്യങ്ങളിലും ഒരു നാച്ചുറൽ സ്റ്റേറ്റ് ഉണ്ട്. ആ നാച്ചുറലായിട്ട് നടക്കുന്ന സ്റ്റേറ്റിൻ്റെ തലത്തിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് മെല്ലെ വെച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എക്സാക്ട്ലി നിങ്ങൾ നടക്കുന്നത് പോലെ, നിങ്ങൾ ഇരിക്കുന്നത് പോലെ, നിങ്ങൾ ഓടുന്നത് പോലെ, നിങ്ങളിലെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഫ്ലോ പോലെ നാച്ചുറലായിട്ട് ആ വിഷയം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് മാറും. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നാച്ചുറൽ ഇൻ്റലിജൻസിലേക്കായിരിക്കണം അത് വന്ന് ഭവിക്കുന്നത്. സോ ഇറ്റ് കംസ് സോ ഈസിലി, ഇറ്റ് കംസ് സോ നാച്ചുറലി. അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, അതിന് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ ലോകൾ ഫോളോ ചെയ്തിരിക്കണം. ആ വിഷയം നേടിയെടുക്കാൻ, നേച്ചുറലായിട്ട് നേടിയെടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ എന്തൊക്കെയാണ് നേച്ചറിൻ്റെ നിയമങ്ങൾ, അത് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. നേച്ചറിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ പുറത്തുള്ള നേച്ചറും നമ്മൾക്കുള്ളിലുള്ള നാച്ചുറലായിട്ടുള്ള സ്റ്റേറ്റും, ഇത് രണ്ടും ഒരേ നിയമത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ നമുക്ക് കൈവെക്കാൻ പറ്റാത്തത്. കാരണം നമ്മൾ കൈവച്ചതൊക്കെ തെറ്റിക്കും. ഹാർട്ട് ബീറ്റ് നമ്മുടെ നിയന്ത്രണത്തിലല്ല. പ്രകൃതിയുടെ നിയമം നടക്കുന്നത് പോലെ തന്നെ ഹാർട്ട് ബീറ്റ് അതിൻ്റെ ഭംഗിയിൽ നടന്നുള്ളൂ. കാഴ്ച എന്നുള്ളത് നമ്മളെ പണിയാണെങ്കിലോ കണ്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഒന്നാക്കി മാറ്റൽ, മിക്കവാറും അത് കേടാക്കും. നമ്മൾ കുട്ടികളെ കൈ കിട്ടിയ പോലെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഇടപെടലില്ലാതെ നമുക്കുള്ളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ഓഫ് നാച്ചുറാലിറ്റി, ഈ പ്രകൃതി പോലെ ആ സ്റ്റേറ്റ് ഓഫ് നാച്ചുറാലിറ്റിയിലേക്ക് എപ്പോഴാണ് നമ്മൾക്ക് വേണ്ട ഭയങ്കരമായിട്ട് വേണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെ, ഒരു ആഗ്രഹത്തെ, ഒരു പ്രാർത്ഥനയെ നമുക്ക് ആ സ്റ്റേറ്റ് ഓഫ് നാച്ചുറാലിറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റുക. അപ്പോഴാണ് നമുക്കത് നാച്ചുറലായിട്ട് കിട്ടുക. ആ സ്റ്റേറ്റ് ഓഫ് നാച്ചുറാലിറ്റിയിലേക്ക് കൊടുക്കുന്ന പ്രതിഭാസത്തിനും ആ ആക്ടിവിറ്റിക്കും പറഞ്ഞ പേരാണ് സറണ്ടർ. എന്താണ് സറണ്ടർ? സറണ്ടർ മീൻസ് എൻ്റെ ഉള്ളിൽ ഒഴുകുന്നു, എൻ്റെ ഉള്ളിൽ മിടിക്കുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ കിടക്കുന്നു, ഞാൻ ചിന്തിക്കുമ്പോഴേക്ക് ഇതൊക്കെ സംഭവിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണോ സംഭവിക്കുന്നത് ഇതുപോലെ സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വിഷയം. അപ്പോൾ ഇതൊക്കെ നാച്ചുറലായിട്ട് എൻ്റെ ഒരു ഇടപെടലില്ലാണ്ട് നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ ആ ഇടപെടാതെ സംഭവിക്കുന്ന വിഷയത്തിലേക്ക് എൻ്റെ ഉള്ളിലെ നാച്ചുറാലിറ്റി ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു നാച്ചുറാലിറ്റിയിലേക്ക് അതിനെ സറണ്ടർ ചെയ്യുന്നു എന്ന അവസ്ഥയിലേക്ക് നമുക്കതിനെ സറണ്ടർ ചെയ്യാൻ പറ്റണം. അങ്ങനെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആ സറണ്ടറൻസിന് പറഞ്ഞ പേരാണ് എൻ്റെ ഉള്ളിലെ നാച്ചുറാലിറ്റി എന്ന് പറയുമ്പം എൻ്റെ ഉള്ളിലെ നാച്ചുറാലിറ്റിയെ സംവിധാനിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാനത് തവക്കുൽ ചെയ്യുന്നു, സമർപ്പിക്കുന്നു. എൻ്റെ ഉള്ളിൽ എൻ്റെ നാച്ചുറാലിറ്റിയിലേക്കാണ് വെക്കുന്നത്. പക്ഷേ ആ നാച്ചുറാലിറ്റിയിലേക്ക് വെക്കുന്നതിന് പിറകിലെ ബ്രില്യൻസ് എന്താണ്? നാച്ചുറാലിറ്റിയിൽ എന്നെ സംവിധാനിച്ച് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്പുരാനായവൻ്റെ സന്നിധി. ആ സന്നിധിയിലേക്കാണ് ഞാൻ ഇവിടെ ഒരു കാര്യം നാച്ചുറാലിറ്റിയിലേക്ക് സറണ്ടർ ചെയ്യുമ്പം അവിടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. ഇനി ഇത്രയും ചെയ്താൽ അത് നാച്ചുറാലിറ്റിയുടെ ഭാഗമാവും. അപ്പോൾ നാച്ചുറലി നമ്മൾ നടന്നതുപോലെ നാച്ചുറലായിട്ട് നമ്മൾ അതിലേക്ക് നടന്നടുക്കും. നാച്ചുറലായിട്ട് നമ്മൾ അതിലേക്ക് ഒഴുകും. അത് നമ്മളിലേക്കും ഒഴുകും. വേറെ ചില ആൾക്കാർക്ക് ഒഴുകല്ലേ ചെയ്യണത്, ഒരു താളം ഇല്ലാണ്ട് ഇന്ന് 2 സ്റ്റെപ്പ് ഇട്ട് 3-ാമത്തെ ദിവസം 4 സ്റ്റെപ്പ് വെച്ച് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി, പിന്നെ അത് മറന്നുപോയി,
പിന്നെ പെട്ടെന്ന് എന്തോ കണ്ടപ്പോൾ എനിക്ക് എണീക്കണം എന്ന് കരുതിയിട്ട് എണീറ്റ്. ഇത് നാച്ചുറാലിറ്റി ആണോ? സ്ഥിരതയില്ല, റിത്തമിക് അല്ല, ബാലൻസ്ഡ് അല്ല, ഫ്ലോ അല്ല, കാമല്ല, ഇതൊന്നുമല്ല. ഈ ഭാവങ്ങളൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ഭാവങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എണീറ്റിട്ട് അങ്ങോട്ട് പോകണം, റൂമിലേക്ക് പോകണം. നിങ്ങൾക്കിപ്പോൾ തോന്നാം, എനിക്ക് റൂമിലേക്ക് നടക്കാൻ പറ്റുമോ? എൻ്റെ കാല് പെട്ടെന്ന് സ്റ്റക്കായി പോയാലോ? എൻ്റെ കാല് ഇനി ഞാൻ നടക്കുമ്പോൾ ഇതുവരെ നടന്ന പോലെ ഇനിയും പ്രവർത്തിക്കോ? ശരിക്കും അങ്ങനെയൊക്കെ നമുക്ക് സംശയിക്കാം. യുക്തിയുള്ള ചോദ്യമല്ലേ? നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിൽ സ്റ്റക്കായി പോയല്ലോ അല്ലേ? ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലെത്തോ? ഏത് നിമിഷം വേണമെങ്കിലും ഈ മരം മറിഞ്ഞ് വീഴാലോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ നമുക്ക് ആ ചിന്ത വരാത്ത നാച്ചുറാലിറ്റി നമുക്കറിയാം. ഇത്രയും സമയം ഇവിടെ ഇരുന്നിട്ട് ഇത് അങ്ങനെയൊക്കെ പോയിക്കണ് എന്നൊരു വിശ്വാസത്തിൽ സറണ്ടറൻസിലല്ലേ നമ്മളിങ്ങനെ സുഖമായിട്ട് ഇവിടെ ഇരിക്കണം. എവിടെ ഇരിക്കാൻ പറ്റുമോ? ആ നാച്ചുറാലിറ്റി എന്തുകൊണ്ട് ഒരു ആഗ്രഹമോ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ട് ആ നാച്ചുറാലിറ്റി കിട്ടുന്നില്ല? നാളെ ജീവിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്ത നമ്മൾ ഇന്നലെ രാത്രി വിശ്വസൊക്കെ എഴുതി ഉറങ്ങിയില്ലേ? അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കാം. അത് എവിടുന്നാ വന്നത്? അതൊരു അല്ലേ, അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു നാച്ചുറൽ ഹോപ്പാണ്. എന്തുകൊണ്ട് ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രം അത് വളരെ പുഷ്പം പോലെ ഒഴുകുന്നത് പോലെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ മൈക്രോ ആയിട്ടുള്ള കാര്യത്തെ പോലും നമുക്ക് അഷ്യൂരിറ്റി ഇല്ല, എന്നിട്ടും വി സ്റ്റിൽ ബിലീവ് ഓർ സ്റ്റിൽ ഹാവ് ദാറ്റ് നാച്ചുറൽ ഹോപ്പ്. അതങ്ങനെയായിരിക്കും. അപ്പോൾ ഇതേപോലെ എപ്പോഴാണോ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ കൊണ്ടുവെക്കാൻ പറ്റുക, അപ്പോഴാണ് അവിടെ നാച്ചുറാലിറ്റി കോൺഷ്യസ്നെസ്സിൽ നമ്മുടെ മൈൻഡ് നാച്ചുറൽ റെഫറൻസ് എടുത്ത് ചെയ്യും. നമ്മളൊരു ആഗ്രഹത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എനിക്കിത് വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഘട്ടത്തിൽ നമ്മളെ മൈൻഡ് ആദ്യം എന്താണ് നോക്കുക, ഏത് ലെവലിലാണ് വേണ്ടത്? നാച്ചുറലി വേണോ, കഷ്ടപ്പെട്ട് വേണോ, ബുദ്ധിമുട്ടി വേണോ, കാത്തിരുന്ന് വേണോ, ഏത് ലെവലിലാണ് വേണ്ടത്? അപ്പോൾ നമ്മൾ ആണ് അപ്പം തന്നെ അതിന് ഫീഡ്ബാക്ക് കൊടുക്കണം. എങ്ങനെ? ഇത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ്, പെട്ടെന്നൊന്നും നടക്കുന്നൊന്നും തോന്നില്ല. അപ്പോൾ മൈൻഡ് ഓക്കെ, എന്നാൽ ഐ വിൽ ടേക്ക് ദ റെഫറൻസ് ഓഫ് പെട്ടെന്ന് നടക്കാത്തത്. അപ്പോൾ നോക്കൂ, ഇവൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് നടക്കാത്ത എന്തൊക്കെ സാധനങ്ങളുണ്ട്. അപ്പം ഇതുപോലെ അല്ലേ, മറ്റേ സെലികുമാർ ചോദിച്ചാലേ ഇത് വേണോ, വേണ്ട, എന്നാൽ ഇതാക്കട്ടെ എന്നതുപോലെ നമ്മുടെ ഉള്ളിലെ മൈൻഡ് വന്നിട്ട് നമ്മളോട് ചോദിക്കും ഏതുപോലെ അത് വേണ്ടത്. അപ്പോഴാണ് നമ്മൾ മെറ്റഫർ. അപ്പം ചില ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പാറ പോലത്തെ പ്രശ്നങ്ങളാണ് തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്, അതിൻ്റെ ഒരു ചെറുതരിയെങ്കിലും നീക്കാൻ നീ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഓൾറെഡി ഉറപ്പിച്ച് കഴിഞ്ഞു ദിസ് ഈസ് പാറ പ്രോബ്ലം. അപ്പം പാറ നീക്കണത് പോലെ ഇത് നീക്കി കിട്ടിയാൽ മതി. മനസ്സിലായില്ലേ? പാറ നീക്കുന്നത് പോലെ ഇത് നീക്കി കിട്ടിയാൽ മതി. അതോടുകൂടി മൈൻഡ് വിൽ ബി പെർസീവിങ് ദിസ് ഈസ് എ പാറ എഫക്ട്. ഇത് പെട്ടെന്ന് നീക്കാൻ പാടില്ല, കാരണം ഇത് പാറ പോലെ നീക്കണം. അപ്പോൾ ഇവന് പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് എത്രയോ ബുദ്ധിമുട്ടി നീക്കിയാൽ യെസ് പാറ പോലെയുള്ള പ്രശ്നത്തെ നമ്മൾ നീക്കി കഴിഞ്ഞു എന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. നമ്മളെ മനസ്സിൽ നമ്മളതിനെ പാറ പോലെ എന്ന് പറയുന്നു. എന്നിട്ട് അങ്ങനെ ഈ പാറ പോലെയുള്ള പ്രശ്നം നീ എങ്ങനെയെങ്കിലും ഉരുക്കി തരണേ, ഈ മഞ്ഞ് പോലെ ഈ പാറയെ നീ ഉരുക്കി തരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇത് പാറയാണ് നമ്മൾ ആ ഇൻ്റലിജൻസിലേക്കാണ് കൊടുക്കണേ. ഇതേ നമ്മൾ തന്നെ ഇപ്പുറത്ത് പോയിട്ട് വേറൊരു ഡയലോഗും പറയും, നിമിഷങ്ങളെ കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനല്ലേ നീ. അപ്പോൾ ഇത് നടത്തി തരേണ്ട ആൾ നിമിഷങ്ങളെ കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റിയ ആളാണ്. ആ നടത്തി തരുന്നവനുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ട നമ്മുടെ ഉള്ളിലെ മനസ്സിന് ഇതെന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? പാറ പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വാട്ട് യു സീക്കിങ് എന്ന് പറയില്ലേ, വൈബ്രേഷൻ മാച്ച് ആവില്ല. കാരണം ഇവിടെ പാറയും അവിടെ പരുത്തിയും. അവിടെ പരുത്തിയാണെങ്കിൽ ഇവിടെയും പിന്നെ വേറെ ചോദ്യമൊന്നുമില്ല, നിങ്ങളിഷ്ടം പോലെ. അപ്പം നമ്മളൊക്കെ പഠിച്ചോനെ നിനക്കിതെങ്ങനെയാ കുന്നിക്കുരുക, എന്നാൽ എനിക്ക് കുന്നിക്കുരു തന്നെ. എൻ്റെ ദൈവത്തിന് എൻ്റെ പഠിച്ചോന് അത് കുന്നിക്കുരു ആണെങ്കിൽ എനിക്കും കുന്നിക്കുരു തന്നെ. അപ്പോൾ അതിനാണ് നമ്മൾ ഏത് ഇൻ്റലിജൻസിൽ നിന്നുമാണ് ഇത് നടക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മളാണ് അതിനെന്താക്കി മാറ്റുന്നത്, കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് മാറ്റണത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുമോ, നാളെ വയനാട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റന്നാൾ വയനാട് നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് നടക്കാമെന്നുള്ളതൊരു വലിയ യജ്ഞമാണ് താഴെ വരെ, ആ നടത്തം ഒരു പ്രയാസം ഇല്ലാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ നടന്ന് വാഹനത്തിൽ കയറിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വാഹനം ഓടിച്ച് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി ഒക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ ചുരമൊക്കെ ഇറങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ വീട്ടിലൊന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എനിക്കൊന്ന് എത്തിയാൽ മതിയായിരുന്നു. അപ്പം എങ്ങനെയെങ്കിലും എന്ന് പറയുമ്പോൾ മൈൻഡ് നോക്കണത്, നമ്മളെ മൈൻഡ് റെഫറൻസ് നോക്കണത് നാച്ചുറലായിട്ട് എത്തിക്കാൻ മൈൻഡിന് അറിയാം. അതായത് നിങ്ങൾ കാർ ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങളൊന്നും അറിയില്ല. നിങ്ങൾ അതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ കേട്ട് ആരോടോ കഥയൊക്കെ പറഞ്ഞ് എങ്ങനെയോ എത്തിയാൽ നമ്മൾ അറിയണില്ല. എങ്ങനെയുണ്ട്
പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ ടോണിലൊരു കട്ടി ഉണ്ടെങ്കിൽ മൈൻഡ് നോക്കുക ഇത് കുറച്ച് കട്ടിയുള്ള സാധനമല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണം, അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ എത്തിക്കുക. അപ്പോൾ ആയിരിക്കും മിക്കവാറും സൈഡിലൊരു മുള്ളോ അല്ലെങ്കിൽ കമ്പിയോ ഉണ്ടായിരിക്കും. എങ്ങനെയായാലും അത് തട്ടേണ്ടതല്ല, നമ്മളെ മൈൻഡ് അറിയാണ്ട് ഒന്ന് സൈഡിലേക്ക് എടുപ്പിച്ച് കൊണ്ടുപോകും. വെറുതെ ഒന്നും ഇങ്ങോട്ട് തിരിക്കാൻ തോന്നും. അപ്പോൾ നേരെ ആ മറ്റേ മുള്ളിൻ്റെ മുള്ളോ അല്ലെങ്കിൽ ആണിയുടെ മുള്ളോ കയറി പഞ്ചറായി അതൊക്കെ ശരിയാക്കി എങ്ങനെയെങ്കിലും അപ്പം നമ്മളുള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി, ഇപ്പോൾ ഈ വണ്ടി ഇവിടെ ഇട്ട് പോയാലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലുമൊക്കെ എത്തിയാൽ മതി. അപ്പം ഇങ്ങനെ നമ്മളുള്ളിൽ നിന്നും എങ്ങനെയെങ്കിലും തന്നെ കിട്ടില്ലേ, എങ്ങനെയെങ്കിലും കറക്റ്റ് അല്ലേ, എങ്ങനെയെങ്കിലും കറക്റ്റ് അല്ലേ, വെരി ഗുഡ്. ആക്ച്വലി നമ്മൾക്കുള്ളിലൊരു നാച്ചുറലി അത് വളരെ ഫ്ലോയിൽ കൊണ്ടുപോകാൻ അറിയാവുന്ന, നമുക്കറിയില്ലെങ്കിൽ കൂടി നടക്കൽ എങ്ങനെയാ നമുക്കറിയില്ലെങ്കിൽ കൂടി, ഇരിക്കൽ എങ്ങനെയാ നമുക്കറിയില്ലെങ്കിൽ കൂടി, ലാംഗ്വേജ് എങ്ങനെ നമുക്കറിയില്ലെങ്കിൽ കൂടി അതൊക്കെ നാച്ചുറലി അറിയാൻ പറ്റുന്ന ഒരു നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് നമ്മളിലുണ്ട്. അതിനെ വളരെ നാച്ചുറലായിട്ട് സംഭവിപ്പിക്കുന്നതിലാണ് പ്രകൃതിയെ സംവിധാനിച്ചവനും ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ സമ്മതിക്കുന്നില്ല, നമ്മൾ അനുവദിക്കുന്നില്ല. ഇവിടെ നിന്നുമാണ് നമ്മൾ ഏത് ഇൻ്റലിജൻസിലേക്കാണ് ആ ഒരു ഫാക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള മാറ്റേഴ്സ് ആയിട്ട് വരുന്നത്. സോ കമ്മിങ് ടു ദ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡിന് റെഫറൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിത്ത് റെഫറൻസ് ടു വാട്ട് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഏത് റെഫറൻസിലാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആഗ്രഹിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹത്തെ എങ്ങനെയായിരിക്കണം മനസ്സിൽ പ്രോസസ്സ് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കണം. ഇന്നത് വേണമെന്നായിരിക്കും ആഗ്രഹിക്കുക. അപ്പോൾ 3 ആൾക്കാർ ഒരേ കാര്യം ആഗ്രഹിച്ചു, ഞാൻ അതിയായിട്ട് ആഗ്രഹിച്ചു കാര്യം, എനിക്ക് കിട്ടിയില്ല, ഓൾക്ക് അതിനോടൊരു ബോധമില്ലാണ്, വേണേ മതി എന്ന് പറഞ്ഞു ഓൾക്ക് കിട്ടുകയും ചെയ്തു. ഓൾക്കാണ് ഇപ്പോൾ അത് കിട്ടേണ്ടത്, എനിക്കല്ല അത് കിട്ടേണ്ടിയിരുന്നത്. അവളത് നാച്ചുറൽ ഇൻ്റലിജൻസിലേക്കാണ് കൊടുത്തത്, നമ്മൾ കൊടുത്തത് എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുകയാണ്, അറ്റാച്ച്മെൻറ്റ് എന്നതുകൊണ്ട് തന്നെ അത് മിക്കവാറും നമ്മളിലേക്ക് വരുമ്പോഴേക്ക് അതിന് മാത്രം പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. സോ മേക്ക് ഇറ്റ് നാച്ചുറൽ. വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടെന്നുള്ള. ഏതൊരു കാര്യത്തിലും നമ്മൾ മാസ്റ്ററിയിലെത്തിയാൽ, ഓക്കെ, ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടാണെങ്കിലും നമ്മളതിൻ്റെ മാസ്റ്ററിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മളത് നാച്ചുറലായിട്ടായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? വളരെ നാച്ചുറൽ. അത് കാണുമ്പോൾ തന്നെ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. നാച്ചുറാലിറ്റിയിലാണ് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോയറ്റിക് ആർട്ടിസ്ട്രി എടുക്കണം എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഓർ പ്രയർ, ഇതിന് ഈ പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നാച്ചുറലി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഒരു കാറ്റ് വീശി, ഈ കാറ്റ് അറിയുന്നില്ല എന്തിനാ ഞാൻ വീശുന്നതെന്ന്, അല്ലേ? ഈ കാറ്റ് അറിയുന്നില്ല എന്തിനാ ഞാൻ വീശുന്നതെന്ന്. പക്ഷെ നമ്മൾക്ക് മീനിങ് ഫുൾ ആയിട്ട് കൂടി ആ കാറ്റ് വീശി, അല്ലേ? ചെറുതായിട്ടൊരു തണുപ്പൊടി വന്ന് തട്ടിയപ്പോൾ ഒരു സുഖം. അതുമാത്രമല്ല, ഇവിടെ എത്രയോ ഈ പ്രകൃതിയെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു ആ കാറ്റ് അറിയുന്നില്ല ഞാൻ അതുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടുള്ള കാര്യം. കാറ്റിന് എത്രമാത്രം നാച്ചുറലി ഇവിടെ കാര്യങ്ങൾ ചെയ്യൽ സാധ്യമാക്കുന്നുണ്ട് കാറ്റിലൂടെ എന്ന് കാറ്റിനൊന്നും അറിയുന്നില്ല. പരാഗണം സംഭവിപ്പിക്കുന്നതിൽ, അല്ലേ, ഒക്കെ കാറ്റിന് പങ്കുണ്ട്. പുതിയൊരു പൂവുണ്ടാകുന്നതിൽ, ഒരു വിത്ത് മുളയ്ക്കുന്നതിൽ പോലും കാറ്റിന് പങ്കുണ്ട്. കാറ്ററിഞ്ഞോ നാച്ചുറലി എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഇതുപോലെയാണ് കാറ്റ് ഈ പ്രകൃതിയുടെ പ്രതിഭാസത്തിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യരും. നമുക്കായിട്ട് വീശുന്ന ചില കാറ്റുകളുണ്ടായിരിക്കും, അത് നാച്ചുറലായിട്ട് വീശിക്കോളും. നമുക്കായിട്ട് ഉദിക്കുന്ന ചില സൂര്യനുകളുണ്ടായിരിക്കും, ചില പ്രകാശങ്ങളുണ്ടായിരിക്കും, അത് നാച്ചുറലി ഉദിച്ചോളും. നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ നാച്ചുറലായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നമുക്കത് നാച്ചുറലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു ആർട്ടിഫിഷ്യൽ പൂ വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് ഇതിൽ പരാഗണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല, കാരണം അത് നാച്ചുറൽ അല്ല. അതേസമയത്ത് നമ്മളൊരു വിത്ത് ഇട്ട് ഒരു ചെടി ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ പരാഗണവും അതിൽ പൂവിൻ്റെ വിടരലുകളും ഒക്കെ നാച്ചുറലി നടന്നോളും, കാരണം അത് നാച്ചുറലി ഇവിടെ അതിൻ്റെ നിയമമാണെന്നുള്ള. അപ്പോൾ ഒരു വിത്ത് ഇടുന്ന സമയത്ത് കർഷകൻ എന്ത് ധൈര്യമാണത് നാളെ മുളയ്ക്കും എന്നുള്ളത്? ഹീ ബിലീവ്സ് ഇൻ ദ നാച്ചുറാലിറ്റി. കാരണം പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ്. കർഷകന് ഒന്നും അറിയില്ല എങ്ങനെയാണ് ഈ വിത്ത് മുള പൊട്ടിയിട്ട് തണ്ടാക്കി മാറ്റുന്നത്, മണ്ണ് അതിലെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വെള്ളം എങ്ങനെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്, വെളിച്ചം എങ്ങനെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്, കർഷകൻ അറിയില്ല. അവൻ ആകെ അറിയാം വിത്തിടുക, പ്രകൃതിയിൽ വിശ്വസിക്കുക എന്നുള്ള, പ്രകൃതിയുടെ നിയമങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ള. കാരണം പ്രകൃതി നിയമങ്ങളിലൂടെ പ്രകൃതി ദത്തമായിട്ട് എല്ലാത്തിനെയും നട്ടു വളർത്തുന്നവനായ ഒരുവൻ ഇവിടെ ഉണ്ട് എന്ന ബോധ്യത്തിൽ ഇരുന്നു കൊണ്ട് സറണ്ടറൻസിലാണ് നേച്ചറിനങ്ങ് വിട്ടുകൊടുക്കാനുള്ള ഒരു കർഷകൻ. അതുപോലെ മനുഷ്യന്മാർക്ക് കൃഷി നടത്താനുള്ള കൃഷിഭൂമിയാണ് അവനവൻ്റെ മനസ്സ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ കൃഷിയാണോ നടത്തുന്നത് അല്ലെങ്കിൽ ഹാർട്ടിഫിഷ്യൽ കൃഷിയാണോ നടത്തുന്നത്? ആർട്ടിഫിഷ്യൽ കൃഷിയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മളിൽ നാച്ചുറാലിറ്റി ഉണ്ടായിരിക്കില്ല. ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു നാച്ചുറൽ ടച്ച് ഇല്ല, ഒരുമാതിരി ആർട്ടിഫിഷ്യൽ ഫീലിംഗ്.
എന്തോ ഉണ്ടാക്കി പറയണം പോലെയൊക്കെ തോന്നുന്നത്, അങ്ങനെയൊക്കെ വരും ആർട്ടിഫിഷ്യൽ ആകുന്ന സമയത്ത്. പക്ഷേ നാച്ചുറാലിറ്റിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു പ്രകൃതിയിലേക്ക് പോയാൽ എന്ത് ആസ്വാദനമാണ് തോന്നുന്നത് അതുപോലെ ഫീൽ ചെയ്യും. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അത്തരത്തിലുള്ളൊരു അനുഭവ തലത്തിലിരുന്ന് നടക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? നാച്ചുറലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നാച്ചുറൽ ഫ്ലോന് നമുക്ക് വിട്ടുകൊടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയും പ്രെയർ ആണെങ്കിലും മാനിഫെസ്റ്റേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നാച്ചുറാലിറ്റി പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെടുത്തുകൂടാ? അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവരുടെ ഫോക്കസ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിലേക്കായിരിക്കില്ല, നാച്ചുറാലിറ്റി എന്ന കലയിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കാന്നുള്ളൊരു സാമ്പിൾ എടുക്കണ പോലെ ടെസ്റ്റ് ചെയ്യാൻ. അത് കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെ ഉദ്ദേശം എന്താ? പ്രാക്ടീസ് ചെയ്യലാണ്. അപ്പം നാച്ചുറാലിറ്റി പ്രാക്ടീസ് ചെയ്തിട്ട് നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞൊരു സീക്രട്ടിനെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആയിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ്. പല ആളുകൾക്കും ഈ മാനിഫെസ്റ്റേഷൻ ടൂളുകൾ ഒന്നും നടക്കാത്ത ടൂളാവാനുള്ള കാരണം ഈ ഒരു ടൂള് പഠിക്കാൻ വേണ്ടിയിട്ടല്ല ആഗ്രഹിക്കാറുള്ളത്, ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ആ ടൂള് ഉപയോഗിക്കാറുള്ളത്. ആദ്യം പഠിക്കണ്ടേ? അപ്പോൾ ആദ്യം പഠിച്ച് പരിശീലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാച്ചുറാലിറ്റി എന്താണ്. സോ ലെറ്റ് മീ ടേക്ക് വൺ തിങ്, ഒരു കാര്യം എടുക്കട്ടെ. ഇത് നടന്നോ നടന്നില്ല എന്നുള്ളതല്ല എൻ്റെ വിഷയം. എനിക്ക് നാച്ചുറാലിറ്റി എന്താണെന്ന് അറിയലാണ്, അനുഭവിക്കലാണ്. അപ്പോൾ ഫോക്കസ് മൊത്തം നാച്ചുറാലിറ്റിയിലേക്കാണ്, വേണ്ട കാര്യത്തിലേക്കല്ല. നാച്ചുറാലിറ്റിയിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കാര്യം നാച്ചുറലി നടക്കുന്നുണ്ടായിരിക്കും. നാച്ചുറാലിറ്റിയിൽ നിന്ന് മാറിയിട്ട് വേണ്ട കാര്യത്തിലേക്ക് ഫോക്കസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാച്ചുറാലിറ്റി ഒക്കെ കയ്യിൽ നിന്നും പോകുമെന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഹൗ ദ നാച്ചുറൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു നാച്ചുറൽ സ്പേസ് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഈ പ്രകൃതിയിലും എല്ലാത്തിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാത്തിനും ഒരു നാച്ചുറൽ റിത്തവും ഫ്ലോയും ഉണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടണോ? ചില ആൾക്കാരെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് എന്തോ ബോധ്യപ്പെടാത്ത പോലെ. ഓക്കെ, നൈസ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ കമ്മിങ് ടു ദ പോയിന്റ്, അപ്പോൾ എങ്ങനെയാണ് നാച്ചുറാലിറ്റിയെ നമ്മൾ അവേക്കൺ ചെയ്യാൻ പറഞ്ഞാൽ? അത് ഓൾറെഡി അവിടെ ഉള്ളതാണ്. ആ ഉള്ളതിന് പ്രവർത്തിക്കാൻ ഇടം ഉണ്ടാക്കൽ മാത്രം അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ആ ഇടം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയായിരിക്കണം, ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ. ആ ഇടം ഉണ്ടാക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, പ്രകൃതി നിയമങ്ങളെ വെറുതെ ഒന്ന് കീറി മുറിച്ച് നോക്കാം. പ്രകൃതി നിയമങ്ങളെ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി നോക്കാം. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. റിത്തമിക് ആവുക, അല്ലേ? ബാലൻസ്ഡ് ആവുക, ഇതൊക്കെ നാച്ചുറൽ റൂൾസാണ്. ബാലൻസ്ഡ് ആവുക, റിത്തമിക് ആവുക, അതുപോലെ തന്നെ ഫ്ലോയിലാവുക, അലൈൻഡ് ആവുക, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറയില്ല, നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ ഒരു പ്രെയർ വളരെ എളുപ്പത്തിൽ നിങ്ങളിലേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ, പ്രകൃതിദത്തം എന്നോണം ഒരു നാച്ചുറൽ ഫ്ലോയിൽ നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ അകത്ത് ഒരു ഫ്ലോ സ്റ്റേറ്റിലായിരിക്കണം നിങ്ങൾ. ഫ്ലോ സ്റ്റേറ്റ് മിക്കവാറും വേണ്ട കാര്യത്തെ പറ്റി ആഗ്രഹിക്കുമ്പോൾ പല ആൾക്കാർക്കും ഓരോ ഫ്ലോ സ്റ്റേറ്റ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതിനെക്കുറിച്ചുള്ള ആഗ്രഹം തൽക്കാലം മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഫ്ലോ സ്റ്റേറ്റിലായിക്കൊണ്ടിരിക്കുക. നമ്മളൊരു കാര്യം പഠിച്ചവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്ക് ഫ്ലോ തെറ്റുന്നുണ്ടെങ്കിൽ, കിട്ടൂലേ, ഇപ്പം വെപ്രാളം കൂടുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളെ ഫ്ലോ പോവാം. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക, അതവിടെ ഏൽപ്പിച്ചിക്കണേ, ഇനി നമ്മളെന്ത് ചെയ്യും, 2 ട്രിപ്പൊക്കെ പോയി വാ, ഇനി ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് വാ, അതേറ്റവും നല്ല. ഇതിങ്ങനെ ആലോചിച്ചിരിക്കട്ടെ. കാരണം നമ്മളത് ആലോചിച്ചിരിക്കും തോറും അതിൻ്റെ ഫ്ലോ നമ്മൾ തെറ്റിക്കുകയാണെങ്കിൽ സറണ്ടർ, മാറി നിന്നിട്ട് സെലിബ്രേറ്റ്. നമുക്ക് എവിടെ പോകുമ്പോഴാണോ, എന്തിലേക്ക് ഇൻവോൾവ് ആകുമ്പോഴാണോ നമുക്ക് റിത്തം കിട്ടണത്, ബാലൻസ് കിട്ടുന്നത്, പാട്ട് പാടുമ്പോഴാണോ, റിത്തമിക്കായിട്ട് പാട്ട് പാടൂ. അല്ല, നിങ്ങൾക്ക് റൈഡ് ചെയ്യുമ്പോഴാണോ റിത്തമിക്കായിട്ട്, എന്നത് റൈഡ് ചെയ്തുകൊണ്ടിരിക്കൂ. എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റിത്തം ഫോളോ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്, ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ, എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതിന് ഇടയിലായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ റിത്തമുണ്ട്, ബാലൻസ് ഉണ്ട്, ആൻഡ് ഓൾസോ ന്യൂട്രാലിറ്റി ഉണ്ട്. ആ മൈൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ് എന്ന ന്യൂട്രാലിറ്റി സ്റ്റേറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്കവിടെ കീപ്പ് ചെയ്തിട്ട് ആ നാച്ചുറാലിറ്റിയെ തെറ്റാതെ നിലനിർത്താൻ എന്തൊക്കെ വേണോ ആ മാനസികാവസ്ഥയിൽ നിലനിൽക്കാൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നാച്ചുറലി നമുക്ക് വരും. അതിനർത്ഥം ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതല്ല. ആ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത് എന്താണോ അത് വളരെ ഭംഗിയിൽ ആർഭാടമാക്കാതെ, അലമ്പാക്കാതെ, ഓവർ ആങ്ഷ്യസ് അല്ലാണ്ട് ബാലൻസ്ഡ് ആയിട്ട് കാമായിട്ട് റിത്തമിക്കായിട്ട് ചെയ്യും. അതല്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിൽ ആക്ഷൻ എടുക്കുമ്പോൾ പോലും നിങ്ങൾക്കുള്ളിൽ അത് നടക്കേണ്ട ഒരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒരു നടക്കുമോ എന്നുള്ളൊരു ആങ്സൈറ്റിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടന്നു കൂടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നാച്ചുറൽ അല്ല. അപ്പോൾ ഉറപ്പാണ് നിങ്ങളുടെ പ്രെയർ എന്ന് പറയുന്നത് വളരെ ഒരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന പ്രെയർ എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അവിടെ അത് സംഭവിക്കില്ല. ബിക്കോസ് യുവർ മൈൻഡ് ഈസ് നോട്ട് ഇൻ എ സ്റ്റേറ്റ് വേർ അലൈൻമെൻറ്റ് വർക്ക്സ്. അലൈൻഡ് അല്ല എന്നുള്ള.
അപ്പോൾ അവിടെ നമ്മൾ മാനിഫെസ്റ്റേഷൻ കോഡ് ഞാൻ പഠിപ്പിക്കും. മാനിഫെസ്റ്റേഷൻ കോഡിൽ പറയലുണ്ട് ഈ ഇൻറ്റേർണൽ വേൾഡ് ഹാർമണിയിലാകുമ്പോൾ നമ്മുടെ ആന്തരിക ലോകം സൗഖ്യത്തിൽ ഹാർമണിയിലാകുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാകുന്നുള്ള കാം, കൂൾ, അലൈൻഡ്, റിത്തമിക്, ബാലൻസ്ഡ്, ഫ്ലോ, ഇതെല്ലാം കൂടി ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ ഈ ഹാർമോണി സ്റ്റേറ്റ് കൊണ്ടുതരാൻ പ്രകൃതിക്ക് പെട്ടെന്ന് പറ്റും. പെട്ടെന്ന് നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് അറിയാതെ നമുക്കൊരു ഒഴുക്ക് കിട്ടും. പെട്ടെന്ന് മൈൻഡ് അങ്ങ് മാറും. അത് നാച്ചുറൽ ആയതുകൊണ്ടാണ് അതിലേക്ക് വരുമ്പോഴേക്ക് നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന ഘടകങ്ങളൊക്കെ ചേരുമ്പോൾ ഒരാളുടെ ഉള്ളിലെ ലോകം ഹാർമോണിയസ് ആയിരിക്കും. ഏതെങ്കിലും ഒരാളുടെ ആന്തരിക ലോകം ഹാർമണിയിലാണെങ്കിൽ ഈ പ്രപഞ്ചം അവരുമായിട്ട് ഹാർമണിയിലാണെന്നാണ് പറയുന്നത്. നമ്മൾ അകത്തെ ലോകം ഹാർമണിയിലിരിക്കുമ്പോൾ പുറത്തെ ലോകവും നമ്മളുമായിട്ട് ഹാർമണിയിലായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യുന്ന, ഇറിറ്റേറ്റ് ചെയ്യുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും ആ വലയത്തിലേക്ക് കടക്കൂല. ബിക്കോസ് ദേ ആർ ഇൻ അലൈൻമെൻറ്റ്. ഈ അലൈൻമെൻറ്റ് തെറ്റുന്ന സമയത്താണ് നമുക്ക് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തോട്ടുകളോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരാമെന്നുള്ള. അപ്പോൾ ആരാണോ ഈ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ അലൈൻമെൻറ്റിൽ ഹാർമണിയിൽ നിൽക്കുന്നവർ, ഈ ആളുകൾക്കാണ് പ്രയർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ മാജിക്കൽ സംഭവമായിട്ട് മാറുന്നത്. ഒരു നാച്ചുറൽ ആൻഡ് മാജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കീപ് ദ മൈൻഡ് സ്റ്റേറ്റ് വെർ ഹാർമണി ആൻഡ് അലൈൻമെൻറ്റ് സ്റ്റേസ്. ഹാർമണിയും അലൈൻമെൻറ്റും സ്റ്റേ ചെയ്യുന്ന ഒരു സ്പേസിലേക്ക്, ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കൽ അത്യാവശ്യമാണ്. സോ നാച്ചുറൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ മനസ്സ് മാത്രം ആ നാച്ചുറാലിറ്റിയിലേക്ക് സറണ്ടർ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. കീപ്പ് യുവർ മൈൻഡ് ഇൻ ദാറ്റ് സ്റ്റേറ്റ്. അത് കറക്റ്റായിരിക്കണം എന്നുള്ളതാണ്. ഒരു രോഗമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നാച്ചുറാലിറ്റിയിൽ നിൽക്കൽ പ്രയാസമാണ്. കാരണം രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾക്ക് ഭയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, ഞാൻ രോഗിയാണെന്നുള്ള ചിന്ത വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഒരിക്കലും നാച്ചുറലി തന്നെ ഹീൽ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിനർത്ഥം മരുന്ന് കുടിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നാച്ചുറലി തന്നെ ഹീൽ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നമ്മുടെ ശരീരത്തിനുണ്ട്. പക്ഷെ അതിന് നാച്ചുറലി വരണമെങ്കിൽ നമ്മൾക്ക് ഫിയർ വരുമ്പോൾ, ഡൗട്ട് വരുമ്പം, ആങ്സൈറ്റി വരുമ്പം, വെപ്രാളം വരുമ്പം, തിടുക്കം വരുമ്പം, ഇതൊക്കെ വരുന്ന സമയത്ത്, അറ്റാച്ച്മെൻറ്റ് വരുമ്പം, എക്സ്ട്രീമിസം വരുമ്പം, ആങ്കർ വരുമ്പം, ഇങ്ങനത്തെ ഇമോഷൻസ്, ഗിൽട്ട്, റിസെൻമെൻറ്റ്, ബ്ലെയിം, ഈ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ശരീരത്തിന് നാച്ചുറൽ ഹീൽ ചെയ്യാനുള്ള ആ നാച്ചുറാലിറ്റി ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മൈൻഡ് അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് നമുക്ക് ആ മെൻ്റൽ സ്റ്റേറ്റ് അത്രത്തോളം കാം സ്റ്റേറ്റിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഫിയർ ഇല്ല, അസുഖത്തെ പറ്റിയുള്ള ഫിയർ ഇല്ല, ആങ്സൈറ്റി ഇല്ല, ഒന്നുമില്ല. ദി ആർ ആക്ച്വലി കംപ്ലീറ്റ്ലി കാം ആൻഡ് അലൈൻ. അവരുടെ ബോധം അസുഖത്തിലല്ല, അവരുടെ ബോധം മറ്റെന്തോ സന്തോഷത്തിലായിട്ട് കുറേ സമയം നമുക്ക് നിലനിർത്താൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ഈ നാച്ചുറൽ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അവരുടെ ശരീരവും ആ നാച്ചുറാലിറ്റിയിൽ നിന്നുകൊണ്ട് അത് ഫിക്സ് ചെയ്യാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അയമേ രോഗി. ശാരീരിക രോഗം മാത്രം നമ്മൾ എടുക്കണ്ട. നേരെ തിരിച്ചിട്ട് കടമുള്ള ആൾക്കാർ, സാമ്പത്തിക പ്രയാസമുള്ള ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫുൾ ടൈം ഞാനൊരു കടക്കാരനാ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ നാച്ചുറൽ സ്റ്റേറ്റിൽ നിന്നും അത് ഫിക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നം വന്നാൽ അത് നാച്ചുറലി ഫിക്സ് ചെയ്യാനുള്ള ഇൻ്റലിജൻസ് നമ്മളിൽ ഉണ്ടെങ്കിൽ ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ പ്രശ്നം വന്നാൽ അത് നാച്ചുറലി ഫിക്സ് ചെയ്യാനുള്ള വഴികൾ നാച്ചുറലി തന്നെ വരും. പക്ഷെ മനുഷ്യൻ അവൻ്റെ നാച്ചുറാലിറ്റിയിൽ നിന്ന് തെന്നിപ്പോകുന്നത് കൊണ്ടാണ് അവൻ ആ നാച്ചുറലായിട്ട് കണ്ടെത്താൻ പറ്റാതെ കുറച്ച് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് അങ്ങനെ അതിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. സോ എല്ലാത്തിനും നമ്മളറിയാത്ത എത്രയോ മൾട്ടിപ്പിൾ വേസ് ഉണ്ട്. അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മളറിയാതെ തന്നെ നമ്മൾ എക്യുപ്ഡ് ആകുന്ന കുറേ മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് കൂടി ഇല്ല എന്നുള്ളതാണ്. ക്ലിയർ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓപ്പൺ അപ്പ് ദാറ്റ് നാച്ചുറൽ അവെയർനെസ് ഇൻ യു. നമ്മൾക്കുള്ളിലുള്ള ആ നാച്ചുറൽ അവെയർനെസ്സിനെ തുറന്ന് വെക്കാൻ പറ്റുമ്പം, അതിലേക്ക് നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റുമ്പോഴാണ് ഈ പറഞ്ഞതൊക്കെ നാച്ചുറലായിട്ട് തന്നെ നമ്മളെ ലൈഫിലേക്ക് വരാമെന്നുള്ളത്. അപ്പോൾ പ്രെയറിന് ഒരു നാച്ചുറൽ സ്പേസ് ഉണ്ട്. പ്രാർത്ഥന എന്തായിട്ട് മാറാം? ഒരു നാച്ചുറലായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് മാറുക എന്നുള്ളതാണ്. എന്നാൽ ചില ആൾക്കാർക്ക് പ്രെയർ, ഞാൻ പറയും, അത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ നാച്ചുറലാണ് തോന്നും, പക്ഷെ അത് നാച്ചുറൽ അല്ല. വേണമെങ്കിൽ നോർമൽ അല്ല, അബ്നോർമലാന്ന് പറഞ്ഞ പോലെ ചില ആൾക്കാരെ പ്രെയർ ഒരു അബ്നോർമൽ പ്രെയറാണ്. ദാറ്റ് മീൻസ് റിത്തമിക്കാണ്, ബാലൻസ്ഡ് ആണ്, ഒക്കെയാണ്, പക്ഷേ സ്വിച്ച് ഇട്ടാൽ പോണ പോലെ ഇങ്ങനെ കഴിഞ്ഞു. എന്തൊരു താളാത്മകമായിരുന്നു, ശീലിച്ചതാണത്. മനസ്സിലായില്ലേ? അതിന് നമുക്ക് നാച്ചുറൽ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നാച്ചുറൽ ആകുമ്പോൾ അവിടെ ഒരു ആർട്ടിസ്ട്രി ഉണ്ടായിരിക്കും, അതിലൊരു ഒരു ഒരു ആസ്വാദനം ഉണ്ടായിരിക്കുന്നില്ല. അത് ചെയ്യുന്ന ആളും കണ്ടു നിൽക്കുന്ന ആൾക്കും ആസ്വാദനം ഉണ്ടാവും.
ചെയ്യുന്ന ആളും കണ്ടു നിൽക്കുന്ന ആൾക്കും ആസ്വാദനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് നാച്ചുറൽ ആവാന്ന് പറഞ്ഞാൽ. അപ്പം ചില ആൾക്കാരുടെ പ്രെയർ ഉണ്ട്. അവരുടെ പ്രെയർ എന്ന് പറയുമ്പോൾ തന്നെ അവർ പ്രാർത്ഥിക്കുന്ന അവർക്കും അത് നാച്ചുറൽ ആയതുകൊണ്ട് ആസ്വാദനം ഉണ്ട്. ആ പ്രാർത്ഥന കണ്ടു നിൽക്കുന്ന കേൾക്കുന്ന ആളുകൾക്കും എന്തുണ്ടായിരിക്കും, ഒരു ആസ്വാദനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ചില പെയിൻറ്റേഴ്സ് ഉണ്ട്, അവരിങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർ നാച്ചുറലായിട്ട് ചെയ്യുക, അവർക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, ഫ്രീ ഫ്ലോയിൽ ഇങ്ങനെ ചെയ്യും, ടക്ക് 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 എന്ന് പറഞ്ഞ്. പക്ഷെ അത് വളരെ നാച്ചുറലാണ്. അത് ചെയ്യുന്ന അവർക്കും ഭയങ്കര ആസ്വാദനമാണ്, അത് കണ്ടു നിൽക്കണം നമുക്കും ഭയങ്കര ആസ്വാദനം തോന്നും. വേറെ ചില ആൾക്കാർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വൃത്തിയായിരിക്കുന്നുണ്ട്, നമുക്കും ഇങ്ങനെ എന്തേലും നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. നമുക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് ഇതാണ് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് തോന്നണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും തോന്നുക, ഒന്നും തോന്നുന്നില്ല. എന്താ ഇപ്പം ഉണ്ടായേ, ഞാനിതാ നൃത്തം വെച്ചിരിക്കുന്നു, രസമുണ്ടോ, നിർത്ത, ഞാനിതാ പ്രാർത്ഥിച്ചിരിക്കുന്നു, രസമുണ്ടോ, ഇതെന്ത് രസം, ഒന്നുമില്ല അവിടെ. ആ ഒരു നിർജീവമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളൊക്കെ പോകണമെന്നുള്ളതാണ്. സോ കമ്മിങ് ടു ദാറ്റ് നാച്ചുറാലിറ്റി, ആ നാച്ചുറാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് അതിൽ ഡിവൈൻ എസെൻസ് വരുന്നത്. പ്രകൃതിയിൽ മൊത്തം, പ്രകൃതി പടച്ചോൻ്റെ കലയാണ് എന്നുകൊണ്ട് തന്നെ ഇതിൽ എന്തിലേക്ക് ഇറങ്ങി ചെന്നാലും നമുക്ക് ആ ഒരു ആസ്വാദനം കിട്ടുന്നുള്ളതാണ്. അതുപോലെ ആകാനാണ് നമ്മളോട് പറഞ്ഞത്. ഈ പ്രകൃതിയുടെ അംശമാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് തന്ന ഈ പ്രകൃതിയിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള അംശങ്ങളെ ഉണർത്തിക്കൊണ്ട് നിങ്ങൾ എന്നിലേക്ക് വരൂ. ആ വരുന്ന സമയത്ത് ഐ ക്യാൻ സീ മൈ ഓൺ ബ്യൂട്ടി. എനിക്ക് ഞാൻ നിങ്ങളിൽ ഇട്ട് തന്ന എൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതെവിടെയെന്നാണ് ചോദിക്കുന്നത്. അതെനിക്ക് കാണാൻ പറ്റുമ്പോൾ മാത്രം, അത് നിൻ്റെ പ്രയാസത്തിലിരിക്കുമ്പോഴും സന്തോഷത്തിലിരിക്കുമ്പോഴും പ്രാർത്ഥനയിലിരിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴൊക്കെ ആ ബ്യൂട്ടി നീ ഒന്ന് കാണിച്ചു താ. അതെനിക്ക് കാണാൻ പറ്റുമ്പോൾ മാത്രമേ നിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ എൻ്റെ സൗന്ദര്യം കൊണ്ട് നിൻ്റെ ഉള്ളിൽ എനിക്ക് ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് നിനക്കത് തരാൻ വേണ്ടി സാധിക്കുക എന്നുള്ള പ്രഖ്യാപനമാണ് ദൈവസന്നിധിയിൽ നിന്നുമുള്ളത് എന്നുള്ളതാണ്. So this is how law of natural attraction, manifestation, prayer, surrenderance ഇത് അലൈൻഡ് ആവുന്നത്. ഓക്കെ ആണല്ലോ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഏത് കാര്യത്തിനെയും നമ്മളൊരു നാച്ചുറൽ ഫ്ലോ കൊടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ സീരീസിൽ പറഞ്ഞു പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് പോയട്രി പറഞ്ഞിരുന്നു, ആർട്ട് പോയട്രി പറഞ്ഞിരുന്നു, മറ്റൊന്ന് സോളിൻ്റെ കോൺഷ്യസ്നെസ് പറഞ്ഞിരുന്നു, മറ്റൊന്ന് ഈ തുള്ളിയും കടലും പരിപാടി പറഞ്ഞിരുന്നു അല്ലേ. അങ്ങനെ ഓരോ മാനിഫെസ്റ്റേഷൻ സീരീസിലും ഇതിൻ്റെ ഓരോരോ ഡയമെൻഷൻസാണ് പറഞ്ഞു പോയത്. ഇപ്പം ഞാൻ പറഞ്ഞ നാച്ചുറാലിറ്റിയെ പറ്റിയിട്ടാണ്. ഇതിനൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ വർക്ക് ഉണ്ട്. നാച്ചുറാലിറ്റിയിലേക്ക് എത്താനുള്ള പ്രാക്ടിക്കൽ വർക്ക്, പ്രെയർ പോയട്രി ആക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ വർക്ക് ഉണ്ട്. ഈ പ്രാക്ടിക്കാലിറ്റിയാണ് നമ്മൾ GT 250 ഈവൻറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം നെക്സ്റ്റ് സൺഡേ കഴിഞ്ഞാൽ വരുന്ന സാറ്റർഡേ ആണ് നമ്മൾ GT 250 വരുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞു പോയതിനൊക്കെ ഇതിന് ചില റെഫറൻസുകൾ വെച്ചിട്ട് നമുക്കിങ്ങനെ കേട്ടാൽ മാത്രം പോരാ, ഇതിന് പ്രാക്ടിക്കലി നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മെറ്റഫേഴ്സ്, ഇപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചന്ദ്രനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് ഏതൊക്കെ മെറ്റഫേഴ്സിലേക്ക് കൊണ്ടുപോയി. അപ്പം പ്രെയറിൽ മെറ്റഫറിന് ഭയങ്കര റോളുണ്ട്, ഇതേപോലെ തന്നെ നാച്ചുറാലിറ്റിക്ക് ഭയങ്കര റോളുണ്ട്. അപ്പോൾ ആ നാച്ചുറാലിറ്റിയെ പ്രാക്ടിക്കാലിറ്റിയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് നമ്മൾ GT 250 എന്ത് ചെയ്യണത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണമെന്നുള്ളതാണ്. ഇന്ന് നമ്മളെ നാട്ടിലുള്ളവർക്ക് ആവശ്യമുള്ള മെസ്സേജാണിത്, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മെസ്സേജാണ്. ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസും ഏറ്റവും കൂടുതൽ മിസ്ഗൈഡൻസും സംഭവിക്കുന്ന ഒരിടമാണ് മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ആഴ്ചകൾ ഇതന്നെ ഫോക്കസ് ചെയ്തതും നമ്മളിവിടെ ഇത് തീമാക്കിയെടുത്തതും. നമ്മളെ പറഞ്ഞല്ലോ, നമ്മളെ ഒരു ഫെയ്ത്ത് ലെയറിൽ പോലും ഡീവിയേഷൻസ് സംഭവിച്ചേക്കാവുന്ന, നമ്മുടെ വാല്യൂസിൽ പോലും ഷിഫ്റ്റ് സംഭവിച്ചേക്കാവുന്ന, റൈറ്റ് ഗൈഡൻസിനെ സംഭവിച്ചേക്കാവുന്ന വളരെ പ്രധാനപ്പെട്ടൊരു മർമ്മപ്രധാനമായിട്ടുള്ള ടോപ്പിക്കാണത്. അപ്പോൾ അതുകൊണ്ട് അത് ചൂസ് ചെയ്തത്. അപ്പം എല്ലാവരും GT 250 എൻറോൾ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ എൻറോൾമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ സീറ്റ്സ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവിടെ ഓഡിറ്റോറിയത്തിലേക്ക് അറേഞ്ച് ചെയ്ത് ഓരോരുത്തർ എൻറോൾ ചെയ്തവരൊക്കെ സീറ്റ്സൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ എൻറോൾ ചെയ്യാം. നിങ്ങൾ 100 പുസ്തകം വായിക്കുന്നതിനേക്കാൾ ഇഫക്റ്റീവാണ് ഞാൻ പറഞ്ഞ ഒരൊറ്റ ആ സെഷന് വരണമെന്ന് പറയാം. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നതാണ്. നിങ്ങൾ 100 പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല. ഈ മാനിഫെസ്റ്റേഷൻ്റെ തിയറി കുറേ ഇങ്ങനെ പറഞ്ഞാൽ മറ്റേ ആൽക്കെമിസ്റ്റിൽ ഇംഗ്ലീഷുകാരനായി പോകും. ലാസ്റ്റ് ആൽക്കെമിസ്റ്റിനെയും കിട്ടൂല, ആൽക്കെമിയും കിട്ടൂല. കുറേ പുസ്തകവും കുറേ സാധനവും കുറേ റിസർച്ച് ഇങ്ങനെ കിടക്കും. ഇതെന്താ കാട്ട വെച്ചാൽ ആകെ ഭ്രാന്താവും. കാരണം ഇവിടെ ഇത് പറഞ്ഞു, ഇവിടെ ഇത് പറഞ്ഞു, ഇവിടെ ഇത് പറഞ്ഞു, അപ്പോൾ ഇതെങ്ങനെയാണ് കണക്റ്റ് ആവുക എന്നുള്ള കുഴത്തിലാവും. സോ ബീയിങ് ഇൻ ദ നാച്ചുറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് ടൈം കംപ്രസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ GT 250 ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും GT 250 എൻറോൾ ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മളെ മനസ്സ് നീക്കി നിൽക്കുള്ളൂ. മറക്കരുത്, ചില സമയങ്ങളിൽ മാത്രമേ നമ്മുടെ മനസ്സ് നീക്കിയിട്ട് നിൽക്കുള്ളൂ.
റിസ്വാന ചെയ്തെന്നാണോ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്നാണോ ചാറ്റിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ചില സന്ദർഭങ്ങളിൽ മാത്രമേ നമ്മളെ മനസ്സിങ്ങനെ മറ നീക്കി നിൽക്കുള്ളൂ. മറ നീക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി തരുള്ളൂ. ആ ക്ലാരിറ്റി കയറി പിടിച്ചോണം, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല. ഇപ്പം നമ്മൾ ക്ലാരിറ്റിയിലാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, എങ്ങനെയാണ് സ്റ്റേറ്റ്സ്, ഈ ക്ലാരിറ്റിയിലാണ് നിൽക്കുന്നത്. ആ ക്ലാരിറ്റിയിൽ നിന്നും എടുക്കുന്ന ഡെസിഷൻസും ആ ക്ലാരിറ്റിയിൽ നിന്ന് എടുക്കുന്ന ആക്ഷൻസാണ് നമ്മളെ വർഷങ്ങൾ സേവ് ചെയ്യുക. ഒരു സംശയമില്ല. അതുകൊണ്ടാണ് മെൽ റോബിൻസന്റെ ടെക്നിക്ക് കണ്ടില്ലേ നിങ്ങൾ, 5 സെക്കൻഡ് കൊണ്ട് ആക്ഷൻ എടുത്തിരിക്കണം. നിങ്ങൾക്കൊരു കാര്യത്തിൽ ക്ലാരിറ്റി വന്നാൽ വിത്തിൻ 5 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങളതിൽ ആക്ഷൻ എടുത്തിരിക്കണം, അല്ലെങ്കിൽ അത് പോകും. നമ്മളെ മൈൻഡിൻ്റെ ഈ ഫംഗ്ഷനിൽ ചില സന്ദർഭങ്ങളിൽ ഫ്ലാഷ് തോട്ടുകൾ വരും, ഇൻറ്റ്യൂട്ടീവ് തോട്ടുകൾ വരും. അത് നമ്മുടെ ഇയേഴ്സ് സേവ് ചെയ്യാനുള്ള ഫ്ലാഷ് തോട്ട്, ഇൻറ്റ്യൂട്ടീവ് തോട്ട്സ് ആയിരിക്കും. അത് ആ സമയത്തിൽ തന്നെ നമ്മൾ പിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് മറഞ്ഞോ. അതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ എൻ്റെ ട്രെയിനിങ്സിനൊക്കെ പോകുന്ന സമയത്ത് എനിക്കൊരു ഫ്ലാഷ് ബുക്ക് ഉണ്ടായിരുന്നു. ഫ്ലാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്ലാഷ് തോട്ടായിട്ട് പറഞ്ഞാൽ അപ്പം എഴുതി വെക്കും, നേരെ അതിൽ ആക്ഷൻ എടുത്തോളും എന്നല്ല. ഞാൻ എൻ്റെ ട്രെയിനിങ്സിൽ പോയിക്കൊണ്ടിരുന്ന, എൻ്റെ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിന് പോയ സമയത്ത്, ആ സമയത്ത് നമുക്ക് ഫ്ലാഷ് നോട്ട്സ് എഴുതാനൊരു പ്രത്യേക ബുക്ക് നമ്മൾ കീപ്പ് ചെയ്യും. ഇതിൽ എഴുതി വെച്ച് ആ സമയത്ത് മാത്രം കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് ഇനി ആ അടിപൊളി ട്രെയിനർ ആവട്ടെ, പ്ലാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് പ്ലാൻ ചെയ്യാനായിട്ടിരുന്ന പ്ലാൻ വരൂല. അത് കവിക്ക് കവിത കിട്ടുന്നത് പോലെയാണ്, ചില മൊമെൻറ്റിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ, പിന്നെ അത് മാഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മൈൻഡ് ക്ലാരിറ്റിയിൽ നിൽക്കുന്ന സമയത്തുള്ള ആക്ഷൻസ്, ഫ്ലാഷ് തോട്ടുകളിൽ നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അത് ഏത് ക്ലാരിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മോട്ടിവേഷൻ്റെ പീക്കിൽ എത്തിച്ചിട്ട് മോനെ രക്ഷപ്പെടാൻ പോവാണ് എടുത്തോ പോ, നോ, വി ആർ ഇൻ ആൻ അലൈൻഡ് സ്റ്റേറ്റ്, വി ആർ ഇൻ എ നാച്ചുറൽ സ്റ്റേറ്റ്. ആ നാച്ചുറൽ സ്റ്റേറ്റിൽ ഇരുന്നിട്ട് വേണം നമ്മൾ ആ ഡെസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ മാറ്റി വെച്ചത് കൊണ്ട് ഒന്നിടിഞ്ഞു പൊളിഞ്ഞ് വീകാനില്ല ഉണ്ടോ, ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം സെർട്ടണിറ്റി ഉള്ള ഒരു കാര്യം, നിങ്ങൾക്ക് അത്രമാത്രം കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം, ആ വിഷയത്തിൽ മറ്റുള്ളവർ എക്സ്ക്യൂസ് പറയുക, നിങ്ങൾക്ക് അത്രമാത്രം സെർട്ടണിറ്റിയും കോൺഫിഡൻസും കൺഫേമിറ്റിയും അതിലുണ്ടെങ്കിൽ അവരെന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും നിങ്ങൾ അവരോട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല, ഒരു ദിവസം ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ യു. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല, അത്രേ പറയാനുണ്ടാവുള്ളൂ. അതിൽ നിങ്ങൾ എത്രമാത്രം അവരെ കൺവിൻസ് ചെയ്യാൻ, നിങ്ങൾ എത്ര കൺവിൻസ്ഡ് ആണ് ആ വിഷയത്തിൻ്റെ ക്ലാരിറ്റി കൊണ്ട്, ആ ക്ലാരിറ്റിയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് യു ക്യാൻ കീപ് 1 day ഫോർ യു, ഇഫ് യു ക്യാൻ ഗിവ് 1 day ഫോർ യു, നിങ്ങൾക്ക് ഒരു ദിവസം അതിന് വേണ്ടി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അത് നാച്ചുറൽ ആണെങ്കിൽ, അത് ഡെസ്റ്റൈൻഡ് ആണെങ്കിൽ, ആൻഡ് ഓൾസോ അത് നിങ്ങളുടെ ലെവൽ അടുത്തൊരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്നുണ്ടെങ്കിൽ, നിങ്ങളിലേക്ക് ഒരു പടി കൂടുതൽ അടുക്കാൻ അത് നിങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ വർഷങ്ങൾ സേവ് ചെയ്തേ ഞാൻ പറയുള്ളൂ. ഒരു സംശയമില്ല, വർഷങ്ങൾ സേവ് ചെയ്യും. ഒന്ന് ആലോചിക്കുക, ഇന്ന് ഇപ്പം നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ സീരീസ്, ഇത് കേൾക്കാതെ നമ്മൾ ലൈഫിനെ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതും ഇത് കേട്ടതിന് ശേഷം നമ്മൾ ലൈഫിനെ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യണം, രണ്ട് രീതിയായി മാറുന്നുണ്ടോ, മാറ്റമുണ്ടോ? വേറൊന്നല്ല ഞാൻ പറഞ്ഞത്, അപ്രോച്ചാണ്, ആക്ഷൻ പോലല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അപ്രോച്ച് മാറുന്നുണ്ടോ? അപ്രോച്ച് മാറുന്നുണ്ടെങ്കിൽ ആ മാറിയ അപ്രോച്ചിൽ നിങ്ങളൊരു 2 വർഷം ജീവിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ഇയേഴ്സ് സേവ് ചെയ്യുക എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ പറ്റിയിട്ട് ആൾക്കാർ തീരെ അവെയറല്ല, തീരെ ബോധേഡല്ല. അപ്പോൾ ഏതായാലും ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഇനി നമ്മുടെ പാർട്ടിസിപ്പൻസിന് പറയാനുള്ള ടേക്ക് അവേസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത ആഴ്ചത്തെ GT ഒരിക്കലും മിസ്സാക്കരുത്, കാരണം കലാശക്കൊട്ടാണ്. ഞാനുണ്ടാവും, ഓൾ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, നമ്മൾ ഒരുമിച്ചിട്ട് കളർഫുൾ വൈബിലാണ് അടുത്ത ആഴ്ചത്തെ GT സെറ്റിന്. അതുകൊണ്ട് ഒരു കാരണവശാലും മിസ്സാക്കല്ലേ, കാരണം നമ്മുടെ ഇവൻറ്റിന് തൊട്ട് മുന്നേ ഉള്ള GT ആണ്. അപ്പോൾ മേക്ക് ഇറ്റ് മോർ കളർഫുൾ. മെഡിറ്റേഷന് തന്നെ എല്ലാവരും കയറിയാൽ ഏറ്റവും നല്ലതെന്നുള്ളതാണ്. അപ്പോൾ അത് ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. 250 ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുങ്ങിയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴേ മനസ്സിലേക്ക് കൊടുക്കുക, അടുത്ത ഞായറാഴ്ച 250th GT ആണ് വരുന്നത്, ഇവൻറ്റിന് മുന്നേ ഉള്ളത് എന്നത് നന്നായിട്ട് മെൻ്റലി പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീക്കിൽ കാണാം.